ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള എൻ്റെ ഡെലിവറി സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ആക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഞാൻ കഴിഞ്ഞ കൊല്ലം ഈ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഓരോ സാഹചര്യത്തിൽ പറ്റാറില്ല. അപ്പോൾ ഇന്ന് ഡെലിവറി സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പ്രഗ്നൻസി സ്റ്റോറിയിൽ ഞാൻ 9th മന്ത് വരെ പറഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ഡെലിവറി സ്റ്റോറി കേട്ടിട്ട് വരാം. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ 7 മാസം പൂർത്തിയാവുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ മാറ്റി കാണിച്ചതൊക്കെ ഞാൻ പ്രഗ്നൻസി സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അങ്ങനെ 7 മാസം ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിയതിന് ശേഷം എനിക്ക് എല്ലാ മന്തിലും സ്കാനിങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 8ാം മാസത്തിൽ സ്കാനിങ് കഴിഞ്ഞ് 8ാം മാസം പൂർത്തിയാവാൻ നേരത്ത് 3 ദിവസമുള്ള സമയത്ത് എന്നോട് ഒന്നുകൂടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വരാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വയറിൻ്റെ പൊസിഷൻ, കുട്ടി കിടക്കുന്ന പൊസിഷനൊക്കെ നല്ല പ്രസ് ചെയ്ത് നമ്മൾ വയറ് പിടിച്ച് നോക്കുമായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഡോക്ടർ നല്ല പ്രസ് ചെയ്ത് കുട്ടീൻ്റെ ഒരു ഷേപ്പിൽ നല്ല മത്തി, നമുക്ക് വയറ് എവിടെയെങ്കിലും തട്ടുമ്പോഴത്തേനും പേടിയാണല്ലോ. ആ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അങ്ങനെ ഡോക്ടർ 2 കൈയും വെച്ചിട്ടാട്ടോ പ്രസ് ചെയ്തിട്ട് കുട്ടീൻ്റെ ആ ഒരു പൊസിഷനിൽ ഇങ്ങനെ ബോൾ മാറിയാക്കിയിട്ട് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പ്രസ് ചെയ്യാം. അപ്പോൾ നേഴ്സ് കാല് പിടിച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇളക്കുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ എനിക്ക് അങ്ങനത്തെ എന്താ പറയുക, ഞാൻ അങ്ങനെ ഏകദേശം പെയിന് കാര്യങ്ങളൊക്കെ ഞാൻ പിടിച്ചു നിർത്തും. അങ്ങനെ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആളൊന്നുമല്ല. അങ്ങനെ ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുട്ടിക്ക് വളർച്ചക്കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു പൊടിയൊക്കെ എഴുതി തന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇനിയിപ്പം കുട്ടീൻ്റെ കിടത്തം ശരിയാവായിട്ടാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, എന്തായാലും ഒരു പൊടി എഴുതി തരാം, അത് പുറത്തുനിന്ന് വാങ്ങി പാലിൽ കലക്കി കുടിക്കാൻ പറഞ്ഞു. ഞാൻ ആ സമയത്ത് പാലൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. പ്രഗ്നൻസിയിൽ ഫസ്റ്റ് സമയത്ത് വാങ്ങിയൊക്കെ തന്നിട്ട്, പക്ഷേ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പാല് പൊതുവേ കുടിക്കാറില്ല, അതുകൊണ്ടാണ് നനയിച്ച് എന്താ ജ്യൂസിൽ ഒക്കെ ആക്കി മിക്സ് ചെയ്തിട്ട് കുടിക്കുകയൊക്കെ ചെയ്യട്ടോ. പക്ഷേ ഓവർ പാലിൻ്റെ ഒരു സ്മെല്ലോ ചോയ കാര്യങ്ങൾ ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഉമ്മിയൊന്നും താത്താരൊന്നും കുടിക്കില്ലായിരുന്നു. പക്ഷേ അവരൊക്കെ അവരൊരു പ്രഗ്നൻസി ജേണിയിലാണ് അവരൊക്കെ കുടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ മാത്രമാണ് പാല് മാത്രം അങ്ങനെ കുടിക്കാൻ എനിക്കിഷ്ടമില്ല. അങ്ങനെ എനിക്ക് പൊടി കാര്യങ്ങളൊക്കെ എഴുതി തന്നു. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രഗ്നൻസി ജേണിയിൽ 3-4 മാസം ഇക്കൊക്കെ പണിയില്ലാതെ വന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഇക്ക അങ്ങനെ വാങ്ങണമെന്ന് വേണ്ട, എനിക്ക് തോന്നുന്നില്ല കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടെന്ന്. കാരണം 7 മാസത്തിൽ ഇത്ര ഉണ്ട് ആൾ വെയിറ്റ് 1,900 എന്തോ വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ വെറുതെ വാങ്ങണ്ട, ഞാൻ കുടിക്കില്ല, പാലിലാണ് ഞാൻ മിക്സ് ചെയ്ത് കുടിക്കില്ല, അപ്പോൾ എനിക്ക് കൂടി ഞാൻ വാങ്ങിക്കാണ്. പിന്നെ എനിക്ക് ആ ഒരു സമയത്ത് ബ്ലഡിന് കുറവ് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അയൺ ടാബ്ലറ്റ് 2 നേരം 2 വീതം കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുടിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വാങ്ങിയില്ല. അങ്ങനെ അല്ലാതെ അയൺ ടാബ്ലറ്റ് കൂട്ടി തന്നൊക്കെ ഞാൻ കുടിച്ചു. എന്നോട് തന്നെ ബ്ലഡ് കൂടിയിട്ടില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വേറെ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഇഷ്യൂ ഒന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ 9th മന്ത് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഈ ഒരു 8th മന്തിൽ അവസാനത്തെ കാണിക്കാൻ പോയപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി ഇനി 2 ആഴ്ച വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കാണിക്കാമെന്നുള്ളത്. അപ്പോൾ ആ ഒരു വലിയ പെരുന്നാളിൻ്റെ ഒരു ടൈമാണോ. അങ്ങനെ വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞു. വലിയ പെരുന്നാൾ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാൻ ഒരു 3-4 ദിവസമുള്ള സമയത്ത് ഞാൻ കയറ് തട്ടി വീയലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുട്ടുകാലൊക്കെ മുറിയായി, മാക്സി കീറി. അപ്പോൾ ഞാൻ വേഗം നോക്കി അയൽവാസികളായി കാണുക എങ്ങനെ ആയിരുന്നു പ്രഗ്നൻ്റ് അല്ലാത്തതിന് മുന്നേ ആ ഒരു രീതിക്ക് തന്നെയാണ് എനിക്ക് പൊതുവേ ആ ഒരു രീതി നടക്കാൻ തന്നെയാണ് ഇഷ്ടം. അല്ലാതെ ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ് ഇങ്ങനെ കയറിയണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് പറിച്ചു തരുന്നതല്ലേ, അതിനൊരു ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെയായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് ഉമ്മ വീട്ടിലില്ലായിരുന്നു. ഉമ്മ കണ്ടിട്ടുമില്ല. ഉമ്മനോട് പുറത്തിറങ്ങരുതേ പറഞ്ഞ് ഏൽപ്പിച്ച് പോയതായിരുന്നു. കാലമാണല്ലോ ആ സമയം എന്ന് പറയുമ്പോൾ. ജൂലൈ മാസത്തിലാണ് ഞാൻ മോനെ ഡെലിവറി ചെയ്യുന്നത്. അപ്പം ജൂലൈ പകുതിയിലൊക്കെ നല്ല മഴയുടെ സീസൺ. മുട്ടുംകാല് കുത്തിയിണെങ്കിലും കൈ 2 മണ്ണിൽ കുത്തി വെച്ചിട്ടാണ്. വയറിനൊന്നും സംഭവിച്ചിട്ട് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മുട്ടുംകാല് ചെറുതായിട്ട് മുറിയായി. എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്താണ് ഞാനിത് പറയുന്നത്. ഞാൻ ഇങ്ങനെ കയറ് തട്ടി ഞാൻ ഇക്കനോട് പറഞ്ഞിട്ടേക്കാം, ഇമ്മനോട് പറയണം, നല്ലോ കേൾക്കും, മിണ്ടാണ്ട് നോളി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ. അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ടൈമായി. അങ്ങനെ 9th മന്ത് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 36 വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് സ്കാനിങ് എടുത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടിക്ക് വളർച്ചക്കുറവ് പറഞ്ഞിരുന്നല്ലോ. പിന്നെ 9th മന്തിൽ എന്തായാലും സ്കാനിങ് ഉള്ളതല്ലേ. അങ്ങനെ സ്കാനിങ് എടുക്കാൻ പോയി. പിന്നെ എനിക്ക് എടുക്കുന്ന സ്കാനിങ് ഫുള്ള് കളർ സ്കാനിങ് ആയിട്ടോ. ആ ഒരു ഡോക്ടർ, ഞാൻ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഡോക്ടറെ കാണിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ള് കളർ സ്കാനിങ് ആയിരുന്നു. ആ സമയത്ത് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടറിന് ഫുള്ള് അറിയില്ലല്ലോ, ഞാൻ തുടക്കത്തിൽ അവിടെ അല്ലല്ലോ കാണിച്ചത്. അതുകൊണ്ട് തന്നെ കളർ സ്കാനിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റൈറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സ്കാനിങ്ങിന് പോയി അവിടെ ഞാൻ ഡോക്ടറോട് പറഞ്ഞ്, സ്കാനിങ് ചെയ്യുന്ന ഡോക്ടറോട് ഞാൻ പറഞ്ഞേ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തേ കുഴപ്പം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ചോദിച്ചു. കാരണം സ്കാനിങ് റിപ്പോർട്ടിൽ ഡോക്ടർ എഴുതി തന്നതിൽ അങ്ങനെ ആ വളർച്ചക്കുറവിനൊന്നും ഡോക്ടർ എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളർച്ചക്കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ സ്കാനിങ് ചെയ്യുന്ന ഡോക്ടർ കുറച്ച് അധികം നേരത്തിന് ചെക്കപ്പ് ഒക്കെ ചെയ്ത് അപ്പോൾ ഡോക്ടർ തന്നെ ഇല്ല പ്രശ്നമൊന്നുമില്ല. ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഡോക്ടറിനോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ മനസ്സ് ഞാൻ ആ സ്കാനിങ്ങിന് ഞാൻ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്കാനിങ് ചെയ്യുമ്പോൾ ഒരു TV ഉണ്ടാവില്ല മുന്നിൽ, ബാക്ക് സൈഡിലായിട്ടാണ് TV. ഞാൻ അങ്ങനെ പാടി നോക്കുമായിരുന്നു കേട്ടോ. ഡോക്ടർ എന്നോട് എന്തൊക്കെ പഠിച്ച് എത്ര ആയി വയസ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. കാരണം ഞാൻ ഇതിലേക്ക് നോക്കരുതെന്ന് വിചാരിച്ചിട്ട്, കാരണം ബേബിൻ്റെ ജെൻഡർ നമുക്ക് മനസ്സിലാവില്ല. കാരണം അങ്ങനെ ഡോക്ടർ നോക്കുന്നുണ്ട് എൻ്റെ കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാം. അപ്പോൾ എൻ്റെ മനസ്സ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഒക്കെ കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ്. പിന്നെ ഫ്ലൂയിഡിൻ്റെ ഒന്നും അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ സ്കാനിങ്ങിൻ്റെ ഡോക്ടർ പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സ്കാനിങ് നമ്മൾ പുറത്തുനിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഡോക്ടർ എഴുതി തന്ന ഒരു സ്കാനിങ് സെൻറ്ററിൽ തന്നെ കേട്ടോ നമ്മൾ സ്കാനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേറെ എവിടെ സ്കാനിങ് എടുക്കാൻ ഒരു ഇതില്ലായിരുന്നു. കാരണം ഡോക്ടർ എഴുതി തരുന്ന എവിടെയാണോ അവിടെ പോയിട്ട് എടുക്കാറ്. അങ്ങനെ അവിടുന്ന് സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി നേരെ ഡോക്ടറെ അടുത്തേക്ക് പോയി. അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ഇങ്ങനെ പെട്ടെന്ന് സ്കാൻ റിപ്പോർട്ട് ഇങ്ങനെ തിരിക്കുന്നു, അങ്ങോട്ട് മറിക്കുന്നു ഇങ്ങോട്ട് തിരിക്കുന്നു ഒക്കെ വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞ് നിങ്ങളെ ഡേറ്റ് പറഞ്ഞ്
തെറ്റേനു ചോദിച്ചു. ലാസ്റ്റ് പീരീഡ്സിലായിട്ട് ഒന്ന് തെറ്റേന്ന്. നമ്മൾ ഇല്ലല്ലേ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ കുട്ടിക്ക് അന്ന് വളച്ച് കുറവാണ് പറഞ്ഞിരുന്നു. പിന്നെ പോയപ്പോൾ വളച്ച് കൂടുതൽ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെ ഡേറ്റോ കാര്യങ്ങളൊന്നും തെറ്റൂല, കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, തെറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫ്ലൂയിഡിൻ്റെ അളവും ചെറുതായിട്ട് കൂടുതൽ കാണിക്കില്ല. അപ്പോൾ ഞാൻ സ്കാൻ ചെയ്യുന്ന ഡോക്ടറോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും കുഴപ്പം. ഡോക്ടർ കുഴപ്പമൊന്നും ഇല്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പം ഇത് വളർച്ച കൂടുതലുണ്ട്, ഫ്ലൂയിഡിൻ്റെ അളവ് ചെറുതായിട്ട് കൂടുതലുണ്ട്. എന്നോട് പറഞ്ഞു പുറത്ത് പോയിട്ട് യൂറിൻ പാസ് ചെയ്തിട്ട് വാ ഒന്ന് PV ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അപ്പോൾ മനസ്സിനുള്ളിൽ ഒരു വേജാറ് കേട്ടോ, കാരണം പെട്ടെന്ന് നമ്മൾ ഇതെന്ന് വിചാരിച്ച് എടുക്കുക വന്നാൽ ഇന്ന് PV ചെയ്യുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അടുത്ത വീക്കിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമായിരിക്കും PV എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു സമയം ഞാൻ കുറേ ഡെലിവറി സ്റ്റോറി ഒക്കെ കേട്ടിരുന്ന ഒരാളാണ് ഈ ഒരു സമയത്ത്. കാരണം അധികം ഞാൻ ഡെലിവറി സ്റ്റോറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാറ് കേട്ടോ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്. കാരണം നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ലല്ലോ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ഒരു ഡെലിവറി സ്റ്റോറി കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും PV ചെയ്യുമ്പോൾ പെയിൻ എന്നുള്ളത് ഞാനിങ്ങനെ മനസ്സിൽ ഇത്രയൊക്കെ പെയിൻ ഉണ്ടാവും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ PV ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളാണ്, പക്ഷേ എനിക്ക് ചെറിയൊരു ചമ്മലുണ്ട്. നമുക്ക് PV ചെയ്ത് ഞാൻ നിന്ന് കൊടുക്കാൻ ചമ്മൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ ഉണ്ട് കേട്ടോ റൂമിൽ. അപ്പോൾ എന്നെ അങ്ങനെ യൂറിൻ പാസ് ചെയ്തൊക്കെ വന്ന് PV ചെയ്യാൻ വേണ്ടി സ്ട്രെച്ചറിൽ കിടത്തി. അപ്പം തന്നെ ഞാൻ അപ്പുറമുള്ളത് നോക്കും, ബ്ലഡ് വന്ന് ഒരു എന്താ പറയുക കോട്ടനൊക്കെ ഉണ്ട് കേട്ടോ. നീ അതിൻ്റെ ആണോ വേറെ നിൻ്റെ ആണോ എന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും ബ്ലഡ് വന്ന കോട്ടനൊക്കെ ആ ഒരു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് ഞാൻ PV ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അങ്ങനെ ഡോക്ടർ ഉള്ളു പരിശോധിക്കാൻ വേണ്ടി നേഴ്സ് കാലൊക്കെ പിടിച്ച് വെച്ച് നിന്നൊക്കെ ഇതൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ മടിയായിട്ട് ഇങ്ങനെ കളിക്കില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിന്നുകൊണ്ട് ഇളകല്ലേ എന്ന് പറഞ്ഞു. ആ ഡോക്ടറാണെങ്കിൽ കുറച്ച് സ്ട്രോങ് ആണെന്നുള്ളത് ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമായിട്ടോ അറിയുന്നത്. അങ്ങനെ കുറച്ച് സ്ട്രോങ് ആണെന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതിൻ്റെ വിശേഷം ഞാൻ പിന്നെ പറഞ്ഞത്. അങ്ങനെ ഞാനിങ്ങനെ PV ചെയ്യാനിങ്ങനെ എനിക്ക് മടിയായിട്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ഇളകുന്നുണ്ട്, പക്ഷേ വേദനയുടെ കാര്യം വേദനയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വേദനയൊക്കെ ഞാൻ പിടിച്ച് നിൽക്കും. എനിക്ക് PV ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ പെയിൻ ഉണ്ടാവുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെയാണ് കയറിയിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ആയതുകൊണ്ടുള്ള ഒരു ചെറിയ ടെൻഷനും മനസ്സിലുണ്ട്. അങ്ങനെ കറക്റ്റിനൊക്കെ ഉമ്മ കാണുന്ന വേണ്ടി കയറിയുന്ന സമയത്ത് ഞാൻ ഉമ്മ അപ്പുറം ഇരിക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ നീക്കുന്നുണ്ട് കേട്ടോ. ഉമ്മ ഒന്നും കാണണമെന്നില്ല, കറക്റ്റ് അവർ നീക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ഗ്യാപ്പ് പോലും VLA എന്ന് വിചാരിച്ച് വേറെ ആരും ഇങ്ങനെ കാണുന്നത് റൂമിൽ വേറെ ആരും ഇല്ല, ഉമ്മ മാത്രമേ ഉള്ളൂ, പിന്നെ നഴ്സും ഡോക്ടറും മാത്രമേ ഉള്ളൂ. എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ ഉള്ളു പരിശോധിക്കാൻ വേണ്ടി പുറത്തേക്ക് വിട്ട സമയത്ത് തന്നെ ഉമ്മനോട് പറഞ്ഞിട്ടുണ്ട് ഫ്ലൂയിഡിൻ്റെ അളവ് കുറച്ച് കൂടുതൽ കാണിക്കുന്നുണ്ട്, കുട്ടി വാശ കൂടുതലുണ്ടെന്നൊക്കെ. അതൊക്കെ ഉമ്മനോട് ആദ്യം പറഞ്ഞിട്ടിട്ടുണ്ട്, ഇന്ന് തന്നെ അഡ്മിറ്റ് ആവേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഡോക്ടറിൻ്റെ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഉമ്മനോട് പറഞ്ഞു ഇങ്ങനെ ശരിയാവില്ല കേട്ടോ, ആളിങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് ടെസ്റ്റ് ആവും. അപ്പോൾ എടുത്തേക്കുമ്പോൾ പറഞ്ഞു ഓക്ക് വേദന കൊണ്ടോ കാര്യങ്ങളുണ്ടോ ഒന്നും ആയിരിക്കില്ല, ഓക്ക് ഇങ്ങനെ കുറച്ച് മടിയാണ്. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഡോക്ടറിനോട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പ്രഷർ ടെസ്റ്റ് ചെയ്തിട്ടോ. നേഴ്സ് പ്രഷർ നോക്കിയപ്പം പ്രഷർ കൂടുതലുണ്ട് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് ടെൻഷൻ ആക്കിയിട്ടാണ് പ്രഷർ നോക്കുന്നത്. അപ്പം പിന്നെ പ്രഷർ കൂടാതിരിക്കില്ലല്ലോ, അപ്പോൾ പ്രഷർ കൂടുതലുണ്ടെങ്കിൽ ഇന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കോളി. അപ്പോൾ ഡോക്ടർ ഇതും പറഞ്ഞു കേട്ടോ, വജൈന നല്ല സോഫ്റ്റായി കിടക്കുകയാണ്, സർവിക്സ് ഓപ്പൺ ആയി വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ഇതിനുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല. അതുപോലെ തന്നെ ഡെലിവറി ബാഗ് പോലും ഞങ്ങൾ പാക്ക് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഇന്ന് തന്നെ അഡ്മിറ്റ്. ഇക്ക വരേണ്ട അടുത്ത് ഇക്ക പിന്നെ കുറച്ച് ദിവസമായിട്ട് പണി കിട്ടിയതാണ്, 3-4 ദിവസമായിട്ട് പണി കിട്ടിയതാണ്. അത് വെറുതെ ഒഴിവാക്കി ഞങ്ങളെ ബാക്കിൽ വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ പറഞ്ഞത് ഇക്ക വരണ്ടെന്നുള്ളത്. നേരെ തിരിച്ച് ഞാൻ പറഞ്ഞേ ലാസ്റ്റ് കാണിക്കാൻ പോയ സമയത്ത് ഇക്ക ഉണ്ടായിരുന്നു. 8 മന്ത് പൂർത്തിയായ സമയത്ത് ഇക്ക ഉണ്ടായിരുന്നു കാണിക്കാൻ പോകുമ്പോൾ. അടുത്ത പോക്കിലാണ് ഇക്കല്ലാത്തത്, ഈ പോക്കിലാണ് ഇക്ക വരാത്തത്. അങ്ങനെ ഇക്കനപ്പം തന്നെ വിളിച്ച് പറഞ്ഞ് ഇന്ന് തന്നെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു, അല്ലെങ്കിൽ നാളെ വന്ന് അഡ്മിറ്റ് ആകാനായിട്ടോ ഡോക്ടർ പറഞ്ഞു. ഇന്ന് കഴിയില്ലെങ്കിൽ നാളെ എന്തായാലും ഉച്ചന് മുന്നായിട്ട് വന്ന് അഡ്മിറ്റ് ആയിക്കോളി എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും വെച്ചിട്ട് സുഖപ്രസവം വേണമെന്ന് ഇങ്ങനെ വാശി പിടിക്കരുത്, നമ്മൾ മാക്സിമം നോക്കും. ആ പറച്ചിൽ തന്നെ എനിക്ക് ആ ഒരു പറച്ചിൽ ഡോക്ടർ അവിടെ പറയണേ തന്നെ ഡോക്ടർ നോർമലി ശ്രമിക്കൂല എന്ന് ആ ഒരു ഇതിൽ തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. ഞാൻ അപ്പം തന്നെ വീട്ടിൽ ഞാൻ അപ്പോൾ ഇക്കൊക്കെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഇന്നെ അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത്, അല്ലെങ്കിൽ പിന്നെ നാളെ വന്ന് അഡ്മിറ്റ്. അതെന്ത് ഇത്ര പെട്ടെന്നാണ് ഞങ്ങളെല്ലാവരും ഇതായി നിൽക്കുന്നത്, കാരണം 36 വീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ അഡ്മിറ്റ് ആക്കി. അങ്ങനെ പിന്നെ അന്ന് വീട്ടിൽ പോയപ്പോൾ താത്താരൊക്കെ വിളി തുടങ്ങി, അവിടുന്ന് ബസ്സിൽ പോകേണ്ട ഓട്ടം വിളിച്ചു. ഞാൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, എനിക്കിതുവരെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞതല്ലേ നമുക്ക് എന്തായാലും നാളെ വന്ന് ആരും വരണം, ഞങ്ങൾ തന്നെ പോന്നോളാന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ വെച്ചാൽ ഡെലിവറിക്ക് വേണ്ടി പോകാൻ വേണ്ടി ഒരു സാധനം വാങ്ങിയിട്ടില്ല. കാരണം ഞാൻ ഓൺലൈനിൽ നിന്ന് കുട്ടിക്കുള്ള ബെഡും അതുപോലെ തന്നെ ക്യാരിങ് ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിയെന്നല്ല, വേറെ ഒന്നും നമ്മൾ കയ്യിൽ കരുതിയിട്ട് പോലുമില്ല. കുട്ടികളുടെ ഡ്രസ്സ് പോലും ജനിച്ചപ്പോൾ ഇടാനുള്ള ഡ്രസ്സ് പോലും നമ്മൾ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അന്ന് രാത്രി പോയിക്ക് ഞാൻ രണ്ടാമത്തെ താത്തിനെയും കൂട്ടി ഷോപ്പിങ്ങിന് പോയി ചെറിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി കയ്യിൽ സ്റ്റോക്ക് വെച്ച് തോർത്ത് പിന്നെ ആവശ്യമുള്ള കാര്യം. പിന്നെ ഇക്കൻ്റെ ഉമ്മ അവിടുന്ന് ഏമാസ് കാണാൻ വന്നപ്പോൾ മാക്സി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നൈറ്റി അങ്ങനെയുള്ള തോർത്ത് കാര്യങ്ങൾ തുണിയൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ അതിലേക്ക് കുട്ടികളെ കുറച്ച് ഐറ്റംസേ വാങ്ങാനുള്ളൂ, വാങ്ങി കൈ കരുതാനുള്ളൂ. ആദ്യം വാങ്ങി വെക്കരുതെന്നൊക്കെ പറയും, ആദ്യമല്ല കേട്ടോ, ഏകദേശം അതിന് ശേഷമാണ് വാങ്ങി വെക്കുന്നത്. അങ്ങനെ പിറ്റേന്ന് പിന്നെ കുറേ അലക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കാരണം ഹോസ്പിറ്റലിൽ പോയില്ലേ. അങ്ങനെ പിറ്റേന്ന് അലക്കലൊക്കെ ഞാൻ കുറേ വട്ടം നടന്ന് സ്റ്റെപ്പൊക്കെ ഓടി കയറുന്ന അവസ്ഥയായിരുന്നു എൻ്റെന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ അങ്ങനെയായിരുന്നു, മാക്സിമം നടക്കും, ഓടി നടക്കും, ചാടി നടക്കും, സ്റ്റെപ്പൊക്കെ എത്രയോ വട്ടം ഞാൻ കയറി ഇറങ്ങിയിട്ട്. ഡെലിവറിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, സ്റ്റെയറൊന്നും അങ്ങനെ സ്പീഡ് കയറി ഇറങ്ങിയൊന്നും. ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും മറന്നു പോയതല്ല, അതുകൊണ്ട് തന്നെ ആ ഒരു സാധനങ്ങളൊക്കെ പെറുക്കി വെക്കാനുള്ള തിരക്കിലാണ് ഓടി കയറി. നമ്മൾ പണിയൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് പോകുന്നത് തന്നെ ഉച്ച ആയിട്ടുണ്ട് കേട്ടോ, ഉച്ചക്കാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു 3 മണി ആയപ്പോൾ എത്തി. അപ്പോൾ ഡോക്ടർ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഈ പേഷ്യൻറ്റ് വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ
അവിടെ കയറി. അന്ന് പിന്നെ ഡോക്ടർ ചെക്കപ്പിനൊന്നും വന്നിട്ടില്ല. ഡോക്ടറെ അടുത്തുനിന്ന് കയറി മോന്ന് കാണിച്ച് അഡ്മിറ്റാൻ കയറി. പ്രഷർ കൂടുതലാണെന്നല്ലേ പറഞ്ഞതെന്ന് മേടിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് പ്രഷർ ചെക്ക് ചെയ്യും. അപ്പോൾ പ്രഷറൊക്കെ നോർമലായിട്ട് രാത്രി വരെ ഇരുന്ന് ചെക്കപ്പ് ചെയ്യുന്ന പരിപാടി തന്നെയായിരുന്നു കേട്ടോ. പ്രഷർ കൂടുതലെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആക്കിയോണ്ട് തന്നെ അപ്പോൾ നോക്കി പ്രഷറൊക്കെ നോർമലാണ്. പക്ഷേ ഡോക്ടർ എന്തോ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. സ്കാനിങ്ങിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഫ്ലൂയിഡിൻ്റെ അളവ് ചെറുതായിട്ട് കൂടുതൽ, അത്രയേ ഉള്ളൂ. അത് ഓവർ കൂടുതലെന്ന് പറയാനുമില്ല. പിന്നെ അങ്ങനെ ഞാൻ അഡ്മിറ്റായി. രാത്രി പിന്നെ ലഘുവായിട്ട് ചെറിയ 8 മണിക്ക് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 മണിക്ക് ഫുഡ് കഴിച്ച് കിടന്നോളൂ. എന്നാൽ രാവിലെ 5 മണിയാകുമ്പോൾ ഫ്രഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേന്ന് എന്തായാലും ഡെലിവറിക്ക് എന്നുള്ള രീതിയിൽ റെഡിയാക്കി തന്നെ നിർത്തിയത് കേട്ടോ. ടൈമായിട്ടോ ഒരു ഹോസ്പിറ്റലിൽ വന്ന് ഇങ്ങനെ അഡ്മിറ്റായി കിടക്കുന്ന ഫസ്റ്റ് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കൂട്ടിലിട്ട് എന്നെ അടച്ചിട്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. എനിക്ക് പുറത്തിറങ്ങി നടക്കാനൊക്കെ തോന്നുന്നത് ഒരു 10 മിനിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ബീച്ചാണ്, അവിടെയൊക്കെ പോയി ഇരിക്കാനൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇൻഷൂർ ഉണ്ടായിരുന്നു കേട്ടോ. ഇൻഷൂറിലാണ് ഞങ്ങളവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷൂറിൽ കാണിക്കുമ്പോൾ ഒക്കെ പൈസ കൊടുക്കണം. ചികിത്സക്കുള്ള പൈസ ഫുള്ള് നമ്മൾ കൊടുക്കാം. റൂമിൻ്റെ അങ്ങനെയൊക്കെയുള്ള വളരെ ചില്ലറ പൈസ നമ്മൾ കൊടുക്കണം. പക്ഷേ പകുതി പൈസ നമ്മൾ കൊടുക്കാം. അങ്ങനെയായിരുന്നു. അപ്പോൾ റെഡി. എനിക്കന്ന് ഉറക്കേ കിട്ടുന്നില്ല. കാരണം എക്സൈറ്റ്മെൻ്റ് ആട്ടോ, മനസ്സിൽ ഫുൾ എക്സൈറ്റ്മെൻ്റ് ആണ്. ഉറക്ക് കിട്ടുന്നേ ഇല്ല. അവിടെ അഡ്മിറ്റ് ആയത് മുതലേക്ക് ഉറക്ക് കിട്ടുന്നില്ല. തലേ ദിവസം വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ്, ഉറക്ക് കിട്ടുന്നില്ല. കാരണം ആയല്ലോ ഡേറ്റ് ആയല്ലോ, ടെൻഷനോടൊന്നുമല്ല കേട്ടോ, ആൾ വരാനായാലും എന്നല്ല. പിന്നെ ഞാൻ ആദ്യം മനസ്സിൽ നമ്മൾ ഇന്നതാവും കുട്ടി എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, മോനായിരിക്കും എന്നുള്ള. പക്ഷേ ഇനി മോൻ തന്നെ ആണോ അറിയുണ്ട്, പഠിച്ചോൻ തന്നെയാണ്, എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ മോൻ തന്നെയാണ് എന്ന് മനസ്സിൽ ഞങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അതന്നെ ആണോ എന്ന് എനിക്ക് ലാസ്റ്റിലേക്ക് ഡൗട്ടായി. എന്താ പറയുക, ഉറക്ക് കിട്ടുന്നില്ല കേട്ടോ. പിന്നെ കിടന്ന് ഒരു 10 മണി 11 വരെ ഞാൻ ഇവിടെ അങ്ങനെ നടക്കായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പറഞ്ഞൊക്കെ അപ്പുറം റൂമിൽ ആരും ഇല്ലാത്ത റൂം വേണ്ടി ഞങ്ങൾ സംസാരിച്ചിരിക്കും. പിന്നെ പിന്നെ കിടന്നുറങ്ങാൻ വേണ്ടി പറഞ്ഞ് ഉറങ്ങാൻ പോയിക്കോളി, ഞാൻ അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം നേഴ്സ് സമ്മതിക്കില്ല, ഞങ്ങൾ ഇൻഷൂറിൻ്റെ പാക്കേജിലല്ലേ. അപ്പോൾ പിന്നെ സെപ്പറേറ്റ് റൂം എടുക്കാം. പിന്നെ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കാറിൽ പോയിട്ടാണ് കിടന്നത്. അപ്പോൾ ഞാനിങ്ങനെ ടൈം ഇടയ്ക്ക് നോക്കുന്നു. ഞാൻ കിടന്ന സമയത്ത് ഒരു വട്ടം ഞാൻ വിളിച്ചിട്ടോ, എന്താ പാട് ഉറക്ക് കിട്ടുന്നുണ്ടോ എന്താ ചോദിച്ചാൽ ആർക്കും ഉറക്ക് കിട്ടില്ല. കാരണം ആൾ ഞാനൊക്കെ അങ്ങനെയാണ്, എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ വന്നപ്പോൾ നമുക്ക് ഉറക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അങ്ങനെ എന്നോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം ഇങ്ങനെ നോക്കിക്കൊണ്ട് കിട്ടും, സമയം ആയില്ല. കാരണം എക്സൈറ്റ്മെൻ്റ് ആണ്, ആൾ ഇന്ന് എത്തുമല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ. സമയം 2 മണിക്ക് 3 മണിക്കൊക്കെ എണീറ്റ് നോക്കുക, 3 മണിക്ക് 4 മണിക്ക് 4 മണി കഴിഞ്ഞ സമയത്ത് ഞാൻ കുറച്ച് നേരം ഒന്ന് മയങ്ങി കേട്ടോ. ക്ഷീണം കൊണ്ട് കുറച്ച് നേരം ഒന്ന് മയങ്ങി. പിന്നെ ഞാൻ അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ സൈലൻ്റ് ആക്കിയിട്ട് വെച്ചിരുന്നു. അടിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം ഞാൻ ചെറുതായിട്ട് കുറച്ചധികം നേരം ഞാൻ ഒന്ന് മയങ്ങിപ്പോയി. പിന്നെ നേഴ്സ് വന്ന് മുട്ടിയപ്പോഴാണ് അറിയുന്നത് 5 മണി ആയി എന്നുള്ളത്. അപ്പോൾ നേഴ്സ് തന്നെ ഫ്രഷ് ആയി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രഷ് ആയില്ല. അപ്പോൾ തന്നെ വേഗം വരും, അപ്പുറത്തെ റൂമിൽ വരും, ആദ്യം വയറൊന്ന് കഴുകണം എന്നാണ്. അപ്പുറം കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയിട്ട് ഉള്ളിലേക്ക് ഒന്ന് ട്യൂബ് ഇട്ടിട്ട് എന്തോ വയറിൻ്റെ ഉള്ളിലേക്ക് എന്തോ അടിച്ചുകൊണ്ട് കയറ്റിയിട്ട് വയറ് കഴുകി. അങ്ങനെ ഞാൻ വയറ് കഴുകിയപ്പോൾ ആ ഒരു സമയത്തേക്ക് പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വേറെ ബാത്റൂമിൽ പോയി ഫ്രഷായി മാറ്റി ഇറങ്ങി. നേഴ്സ് പറഞ്ഞ് ഇനി വരും. അപ്പോൾ ചായ കുടിക്കാൻ നേരം ഉണ്ടോ? അപ്പോൾ പറഞ്ഞില്ല, ഇനി നേരമില്ല, ഡോക്ടറെ കാത്തിക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ ലിഫ്റ്റ് കയറി താഴത്തോട്ടേക്ക് നമ്മളെ ലാബ് റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ നേഴ്സിനെ ചോദിക്കുന്നുണ്ട്, എന്നെ പുറത്തേക്ക് ഇറക്കുമോ, ഇനി മരുന്ന് വെച്ചിട്ട് പുറത്തേക്ക് ഇറക്കും എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇറക്കും. ഒരു ഡോക്ടർ വരുന്നിട്ടാണ്, ആ ഡോക്ടർ പുറത്തേക്കൊക്കെ വിടാൻ. ഇനി ഇതിൻ്റെ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഈ ഡോക്ടറിന് എന്താണെന്ന് അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തേക്ക് വിടുമല്ലോ, മരുന്ന് വെച്ചിട്ട് വിടുമല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ ഡെലിവറി സ്റ്റോറിയിലും കാണുന്നത്. ഇക്കനെ ആ സമയത്ത് ടൈം ആയി എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിക്കേണ്ട അവസ്ഥ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഫ്രഷ് ആയി ഇറങ്ങുമ്പോൾ തന്നെ ആൾ മുന്നിലുണ്ട് കേട്ടോ. ഫ്രഷ് ആയിട്ടില്ല, സോറി, വയറ് കഴുകി ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആൾ മുന്നിൽ എത്തിയിട്ടുണ്ട്. ആർക്കും ഉറക്കൊന്നും കിട്ടൂല ഈ ഒരു സമയത്ത് വരുമ്പോൾ. അങ്ങനെ എന്നെ ലാബ് റൂമിൽ കൊണ്ടുവന്ന ഒരു സിറ്റുവേഷനിൽ ഞാനിങ്ങനെ ഇക്കനോട് സംസാരിച്ചു. എനിക്ക് ആ ഒരു ലാബ് റൂമിൽ കയറ്റി ഇറക്കുമ്പോൾ മരുന്ന് വെച്ച് ഇറക്കുമ്പോൾ ഇക്കുണ്ടാവില്ല കൂടെ. നമ്മളധികം നമ്മളെ പാർട്ട്ണറെ കൂടെ ഇരിക്കാനല്ലേ ആ ഒരു സമയത്ത് ശ്രമിക്കുക. അപ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. അങ്ങനെ ആ ഒരു വയറ് കഴുകിയതിൻ്റെ 1 മണിക്കൂറിന് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ലാബ് റൂമിൽ കയറുന്നൊരു സമയം എന്ന് പറയുമ്പോൾ അങ്ങനെ പിന്നെ ഒരു 6:30 വരെ ഞാൻ സുഖമായിട്ട് ഉറങ്ങിയിട്ടോ. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമല്ലോ. കുറച്ച് നേരം ഞാൻ ഒന്ന് അവിടെ എൻ്റെ ഉള്ളിൽ എത്തിയപ്പോൾ ഒന്ന് മയങ്ങിപ്പോയി. എത്ര ഈ സമയം അതറിയണ്ടേ. 6:00ക്ക് ശേഷമാണ് ഞാൻ ഈ വയറ് കഴിക്കേണ്ട ഒരു ഇതറിയുന്നത്. പിന്നെ ഇങ്ങനെ ബാത്റൂം പോയതോട് പറഞ്ഞു. ഇടയ്ക്ക് ഞാൻ ആദ്യം ഞാൻ നേഴ്സിനെ ചോദിച്ചാൽ ബാത്റൂം പോട്ടെ, ആയിക്കോട്ടെ പോയിക്കോ. പിന്നെ ഞാൻ നേഴ്സിനെ ഒന്നുകൂടെ ബാത്റൂം പോട്ടെ, പോയിക്കോയിരുന്നു. മൂന്നാമത് ഞാൻ നേഴ്സിനോട് ചോദിക്കാനൊന്നും നിന്നില്ല. ചോദ്യം പറച്ചിലൊക്കെ നമ്മൾ നിർത്തി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ബാത്റൂം പോയി. ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം പോവുക വരിക. അങ്ങനെ തന്നെ ആയിട്ട് ഒരു 6:45 ഇപ്പോൾ നേഴ്സ്, വേറെ നേഴ്സ് വന്നു, സീനിയർ നേഴ്സാണ്. അപ്പം സീനിയർ നേഴ്സ് വന്നിട്ട് എന്നോട് അടുത്ത് വേറെ ഒരു പേഷ്യൻറ്റ്, വേറെ സർജൻ്റെ ഇഷ്യൂ ആയിട്ട് തന്നെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേഴ്സിനെ വെച്ച് ഇവിടെയുള്ള പേഷ്യൻ്റെ അവിടെ വെച്ചു. അപ്പോൾ ബാത്റൂമിലാകുമ്പോൾ അങ്ങനെ സീനിയർ നേഴ്സ് വന്ന് എന്നെ ബാത്റൂമിൽ ഇറക്കി കൊണ്ടുവന്നിട്ട് എന്നോട് തന്നെ ഇവിടെ ഇങ്ങനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം പോകാനുള്ള ഒരു ടെൻഡൻസി വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മളെ നേഴ്സിംഗ് അവിടെ ഉള്ള ഏതാ നേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ട് തോന്നുന്നു എനിക്കിങ്ങനെ ബാത്റൂം പോകാനുള്ള ടെൻഡൻസി വരുന്നത്. അപ്പോൾ ആ നേഴ്സ് വന്നിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ബാത്റൂം പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, ഡെലിവറി ഏകദേശം കുട്ടി ഇറങ്ങുന്നതിൻ്റെ ഒരു ഇതാണെന്ന് പറഞ്ഞ ഒരു സിംറ്റംസ് ആണ്. എന്തെങ്കിലും ബാത്റൂം സംബന്ധിച്ചാൽ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് എന്നെ പിടിച്ച് കിടത്തി PV ചെയ്യട്ടെ. അങ്ങനെ PV ചെയ്തപ്പോൾ ഞാൻ ഈ കർട്ടൻ നീക്കാനായിട്ടോ നോക്കുന്നത്. അപ്പുറത്തുള്ള പേഷ്യൻറ്റ് കാണാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നേഴ്സ് ചോദിച്ചാൽ അതിൻ്റെ കർട്ടനൊക്കെ ഇവിടെ ആരും ഇല്ലല്ലോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അപ്പുറം ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എനിക്ക് ഒരു മടിയായിട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പാവം അപ്പുറം കിടക്കുന്ന പേഷ്യൻറ്റ് കാര്യം മനസ്സിലായി. പേഷ്യൻറ്റ് വല്ല തല കണ്ട് തിരിച്ചു കിട്ടും, ആൾക്ക് മനസ്സിലായി എൻ്റെ ഒരു ചമ്മൽ. അപ്പോൾ പേഷ്യൻ്റ് പക്ഷേ ആ നേഴ്സ് ഒരിക്കലും 5 മില്ലിനും അടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ PV ചെയ്തപ്പോൾ നേഴ്സ് പറഞ്ഞു 2 സെൻറ്റിമീറ്റർ ഡൈല്യൂട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇനി ബാത്റൂമിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 7 മണിയാകുമ്പോൾ ഈ നേഴ്സ് മാറുമല്ലോ. ഈ നേഴ്സ് മാറി വേറെ നേഴ്സ് കയറി വന്നപ്പോൾ ചെറിയ ഒരു വലിയ പ്രായമില്ല, ചെറിയ നേഴ്സ് കുട്ടിയായിട്ടോ. അപ്പോൾ ഈ നേഴ്സിനെ വെച്ച് ഞാൻ ഒന്ന് ബാത്റൂം പോട്ടെയാണ്. അപ്പം പിന്നെ ആ പൊയ്ക്കോ തന്നെ എന്നോട് തന്നെ വാതിൽ ലോക്ക് ചെയ്യണ്ടാണ്. ഞാൻ ഒന്നും കേട്ടില്ല, ഞാൻ വാതിൽ ലോക്ക് ചെയ്ത് ബാത്റൂം പോയി തിരിച്ചു വന്നു. അപ്പോൾ തന്നെ ആ നേഴ്സ് മാറാൻ വേണ്ടി എന്തോ ബാഗ് എന്തോ എടുക്കാൻ വന്നപ്പോൾ നേഴ്സ് തന്നെ ആ പേഷ്യൻറ്റിനെ മറ്റേ സ്റ്റെച്ചിലേക്ക് മാറ്റിക്കൊള്ളിയായിരുന്നു.
അങ്ങനെ മാറ്റുന്നതിന് മുന്നേ അതിൻ്റെ ഇടയിൽ ഉമ്മ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട്, ആൾക്ക് ചായ ഒന്നും കുടിച്ചിട്ടില്ല, കൊടുക്കട്ടെ എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഉമ്മ ബൂസ്റ്റും എന്തോ ബെന്നറ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുത്തോളൂ തന്നെ ബൂസ്റ്റും ബെന്നറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, നഴ്സിനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കുടിക്കാൻ വേണ്ടി എനിക്ക് വെച്ചെന്ന്. സാധനം അങ്ങനെ കുടിക്കാനോ തിന്നാനോ തോന്നുന്നില്ല, കാരണം തിന്ന് കഴിഞ്ഞാൽ കുടിച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം, ബാത്റൂം പോയി ഇരിക്കാനോ തോന്നുന്നല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഇത്തിരി കുറച്ച് ബൂസ്റ്റും ചെറിയൊരു ബെന്നിൻ്റെ കഷ്ണം മാത്രം കഴിച്ചിട്ട് അപ്പോൾ തന്നെ നേഴ്സ് ഞാൻ പറഞ്ഞ് അപ്പോൾ നേഴ്സ് വെച്ച് ഇത് ഇനിയും ഉണ്ട് ഇതിൽ ചായ അറിഞ്ഞു. ഞാൻ എനിക്ക് വേണ്ട. അപ്പോൾ നേഴ്സിന് വേണ്ടല്ലോ എന്നാൽ പുറത്തേക്ക് കൊടുക്കട്ടെ ചോദിച്ചാൽ പുറത്തേക്ക് കൊടുത്തോളൂ പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് കൊടുത്ത് ഞാൻ പിന്നെ ലാസ്റ്റ് ഒരു വട്ടം കൂടി ഞാൻ ബാത്റൂം പോയി യൂറിൻ പാസ് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് പിന്നെയും വന്ന് സ്ട്രെച്ചറിനെ മാറ്റി കിടത്തുകയാണ്. അപ്പം മാറ്റി കിടത്തുക അപ്പുറത്തേക്ക് വേറൊരു ഉള്ളോട്ട് വേറെ ഒന്നുണ്ട്, അവിടേക്ക് കിടത്തി. പിന്നെ ഫുള്ള് വയറുമേൽ വയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് അളക്കുന്ന മെഷീൻ കാര്യങ്ങളുണ്ട് സൈഡിൽ. അങ്ങനെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ അളക്കുന്ന സൗണ്ട് കുറച്ചൊക്കെ ആ സൗണ്ട് കേൾക്കാൻ വലിയ രസമായി. പിന്നെ അത് രസം മാറി, കാരണം എനിക്ക് ബാത്റൂം പോകണം. അതന്നെ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു. അതിന് ബാത്റൂം പോയി ഇരിക്കാൻ തന്നെ തോന്നുക. അപ്പോൾ ഞാൻ നേഴ്സിനെ എനിക്ക് ബാത്റൂം പോകണം. അപ്പം ഇനി ഇവിടുന്ന് പോകാൻ പറ്റില്ല, ഞങ്ങൾ ട്യൂബ് ഇട്ടാരാണ്. ട്യൂബ് ഇടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവർ ട്യൂബ് ഇട്ട്. പിന്നെ ഞാൻ എനിക്ക് ട്യൂബ് ഇട്ടിട്ട് എനിക്ക് ഒരു ഇറങ്ങുക അതിൽ യൂറിൻ പാസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തോ മാറ്റി തോന്നുമല്ലോ. അങ്ങനെ നേഴ്സിനെ എനിക്ക് ബാത്റൂം പോകണം. അപ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ ട്യൂബ് ഇട്ട് നിങ്ങൾ പാസ് ചെയ്തോളിയാണ്. അപ്പം എൻ്റെ മേലേക്ക് ടോയ്ലറ്റ് പോകണമെന്ന് സമ്മതിക്കുന്നില്ല. ലാസ്റ്റിൻ്റെ കാല് ഫുള്ള് പൊക്കി വെച്ചിട്ടാട്ടോ നിർത്തിയതിനെ. പിന്നീട് കാല് പൊക്കി വെച്ചിട്ട് എന്നെ നിർത്തിയിട്ടുണ്ട് സ്റ്റിച്ചർ മാറ്റിയതിന്. ഇപ്പോൾ കിട്ടണ യൂറിൻ പാസ് ചെയ്തോളി എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും എൻ്റെ ബാത്റൂമൊക്കെ വിടില്ല എന്ന് ഒരു ഉറപ്പിച്ച് കത്തിക്കണം, കാരണം 2 സെൻറ്റിമീറ്റർ ആയിട്ടുമുണ്ട്. അങ്ങനെ സമയം 8 മണിയായി, 8:30 ആയി. ഒരു 9:30 സമയമായപ്പം ഞാൻ ആ സമയത്ത് നേഴ്സിനോട് സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9:30 ആയി. ആ ഒരു സമയമായപ്പോഴാണ് എനിക്ക് ചെറുതായിട്ട് പെയിൻ ഇങ്ങനെ വയറുവേദന ഇങ്ങനെ വരാൻ തുടങ്ങി. വയറുവേദന വന്നു തുടങ്ങി. പിന്നെ അത് കുറച്ചധികം നേരം ആ സമയം. അപ്പോൾ വയറുവേദന വരും. അപ്പം പിന്നെ പിടിച്ച് നിർത്തും, കുറച്ച് നേരം ഒന്ന് കണ്ണു വാങ്ങും, പിന്നെയും വയറുവേദന വരും. അങ്ങനെ വയറുവേദന അളവ് പിന്നെ പീരീഡ്സിൻ്റെ ഒരു പെയിനിലേക്ക് എത്തി. 10 മണിയായപ്പോൾ പീരീഡ്സിൻ്റെ പെയിനാട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 10 മണിയായപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു ഇഞ്ചക്ഷൻ, അലർജീൻ്റെ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്. വേറെ ഒരു എനിക്ക് പെയിൻ വരാനുള്ള അതൊന്നും അവർ വെച്ചിട്ടില്ല, കാരണം എനിക്ക് വയറ് കേൾക്കേണ്ട ഒരു ഇതിലാണ് എനിക്ക് പെയിൻ വരുന്നത്. അങ്ങനെ ഒരു 10 മണിക്ക് ഇഞ്ചക്ഷൻ വെച്ചതിന് ഇവിടെ റൗണ്ട് ഇട്ട് അവർ അടയാളപ്പെടുത്തും എത്ര ടൈമിനാണ് വെച്ചതെന്നില്ല. അങ്ങനെ 10:05 അവർ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇതൊന്നും എനിക്ക് വേറെ പ്രശ്നം, അലർജീൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ആ ഒരു പെയിൻ, പീരീഡ്സിൻ്റെ പെയിൻ അങ്ങോട്ട് മാറി തുടങ്ങി. ആ ഒരു പെയിൻ വരുമ്പോൾ ഒരു 10-15 മിനിറ്റ് എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഗ്യാപ്പ് ആയിട്ട് ഫില്ല് ചെയ്യാൻ തുടങ്ങി, കാരണം കൂടാൻ തുടങ്ങി. പെയിൻ്റെ അളവ് കൂടുതൽ സഹിക്കണില്ല. വയറ് ഇങ്ങനെ എണീറ്റ് നടക്കാൻ തോന്നുക. കിടക്കാൻ തീരെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. കിടക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരിത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് എത്താത്ത ഉമ്മി ചോദിക്കുന്നുണ്ട് എന്താ അവസ്ഥ. അപ്പോൾ അതിന് മുന്നേ നേഴ്സിനോട് വന്ന് ചോദിച്ചും ചെയ്തിട്ട് വേറെ നേഴ്സിൻ്റെ ചെറിയൊരു നേഴ്സിൻ്റെ വേറെ ഒന്ന് കുറച്ച് സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ട് ആ സമയത്ത് ചോദിച്ചു പെയിനൊന്നും ഇല്ലേ ചോദിച്ചു. ഒരു 9 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലയെന്ന് പറഞ്ഞു, കാരണം ചെറിയ പെയിനൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന പെയിനല്ല, അതുകൊണ്ട് തന്നെ ഇല്ലയെന്ന് പറഞ്ഞത്. പക്ഷേ സമയം കൂടുന്തോറും പെയിൻ കൂടാൻ തുടങ്ങിയപ്പം പുറത്തുനിന്ന് ഇത്താത്തി ഉമ്മി ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പെയിൻ ഒരു 10-11 മണിയായപ്പോഴേക്ക് നല്ല പെയിൻ വരാൻ തുടങ്ങി, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴൊക്കെ നേഴ്സിനോട് വന്ന് ചോദിച്ചു. ഇപ്പം നേഴ്സുമാരൊന്നും മെയിൻ ചെയ്യണില്ല കേട്ടോ, എനിക്കാണ് എണീറ്റ് നടന്നാൽ മതി. കിടക്കുന്ന കാര്യത്തിലേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞല്ലോ. ആദ്യം ചെറിയൊരു വയറുവേദന, പിന്നെ പീരീഡ്സിൻ്റെ ചെറിയൊരു പെയിൻ, പിന്നെ പീരീഡ്സിൻ്റെ ഡബിൾക്കാവുന്നൊരു പെയിനുണ്ട്. ആ ഒരു പെയിനും കഴിഞ്ഞ് പിന്നെ ആ ലെവലൊക്കെ കടന്നിട്ടായി പെയിന് പിന്നെ സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ആയി തുടങ്ങി കേട്ടോ. 11 മണിയായപ്പോൾ വാട്ടർ ബ്രേക്കായി. പിന്നെ ഞാൻ വിചാരിച്ചു ഇതെന്താ യൂറിനാണ് പോകണമെന്നില്ല. അപ്പോൾ യൂറിൻ പോകാൻ ഒരു സാധ്യതയില്ല, കാരണം യൂറിന് ട്യൂബ് ഇട്ടതുകൊണ്ട് ഒരിക്കലും പുറത്തേക്കാവില്ല. പിന്നെയാണ് ഓടിയത് ഫ്ലൂയിഡ് ആണെന്നുള്ള. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട്. അരമണിക്കൂർ കൂടുമ്പോൾ സ്റ്റാഫ് വന്ന് 4 വട്ടമായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം ഫ്ലൂയിഡ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാൻ. ലാസ്റ്റ് സമയത്താണ് അവൻ നൈറ്റി വരെ നനഞ്ഞൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫ്ലൂയിഡ് മൊത്തം നൈറ്റിയിലായിട്ട്. സമയത്ത് ഉലുവ വെള്ളം പലതും ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരു കാര്യം വയറ് ഞാൻ തുണി വെച്ച് അമർത്തി കെട്ടിയിട്ടൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ മരുന്ന് ഇങ്ങനെ അനാവശ്യമായിട്ട് കുടിക്കാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 11 മണിയായാലും എനിക്ക് പെയിൻ ഇങ്ങനെ സഹിക്കാൻ. എനിക്ക് എണീറ്റ് ഞാൻ കിടത്തിയ സ്റ്റെച്ചർമെന്ന് എണീറ്റ് ഇരിക്കാൻ തുടങ്ങി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എവിടെയും പിടിച്ച് കിടക്കുന്ന ആ ഒരു ടീമല്ലേ. എനിക്ക് എണീറ്റ് നടന്നുകൊണ്ടേ ഇരിക്കണം, എന്ത് വിഷമമായാലും പെയിനായാലും എണീറ്റ് നടന്നുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ പിന്നെ ഞാൻ സ്റ്റെച്ചർമെന്ന് എണീറ്റ് ഇരിക്കാൻ തുടങ്ങി. പെയിന് കൂടി അപ്പോൾ ആ സമയത്ത് കരച്ചിലൊന്നും ഇല്ല കേട്ടോ, എണീറ്റ് ഇരിക്കാൻ തുടങ്ങി. ആ പെയിനൊന്നും ചെറുതായിട്ട് ഒരു മിനിറ്റ് നമുക്കൊന്ന് കുറഞ്ഞിട്ടു. ആ സമയത്ത് ഞാൻ കിടക്കും. പിന്നെ ആ പെയിൻ തിരിച്ച് വരുമ്പോൾ ഞാൻ പിന്നെ എണീറ്റിരിക്കും. സ്റ്റെച്ചർമെന്ന് ഇങ്ങനെ എണീറ്റിരിക്കാൻ നേഴ്സുമാർ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം എണീറ്റിരിക്കുന്നുണ്ട്. അപ്പോൾ നേഴ്സുമാർ പറഞ്ഞ് ഇങ്ങനെ എണീറ്റിരിക്കാൻ പറ്റില്ല, കിടക്കണം, കാരണം കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരും. അങ്ങനെ പറഞ്ഞു, കാരണം കാല് മൊത്തം അറ്റത്ത് കയറ്റി വെച്ചിട്ടാണല്ലോ. അങ്ങനെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരും. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ നേഴ്സ് അതിൻ്റെ ഇടയിൽ പുറത്തുനിന്ന് എൻ്റെ ഉമ്മയും ഇത്താത്താരെ എന്താ അവളെ അവസ്ഥ എന്ന് പറഞ്ഞല്ലോ. എന്താ പറയുക, അവൾക്ക് ചെറിയ പെയിന് പോലും സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞല്ലോ. അതുമാതിരി പറഞ്ഞ കാര്യം നേഴ്സിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേ. ചെറിയ പെയിൻ പോലും ഒക്കെ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ചെറിയ പെണ്ണ് അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ പ്രായമില്ലാത്ത ഒരു 25 വയസ്സ് കേട്ടോ. ആ സമയത്ത് 25 വയസ്സുള്ള ഒരു പെണ്ണായിരുന്നു. അത് സീനിയർ നേഴ്സ് വരുമ്പോൾ നല്ല തണ്ടും തടിയുള്ള നേഴ്സുമാരുണ്ടാവുമല്ലോ. അങ്ങനെ ആ നേഴ്സ് അവിടെ പോയി പറഞ്ഞു, അതുമാതിരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ദേഷ്യം വരിക. കാലത്തെ പെയിൻ ഞാൻ ഉണ്ടായിട്ട് ഞാൻ ഇല്ലയെന്ന് കള്ളം പറഞ്ഞു. നേഴ്സുമാർക്കൊന്നും ഇതൊന്നും ഒരു പുത്തരിയാവില്ല, അവർ തന്നെ കണ്ട് സഹിക്കുന്നവരല്ലേ. അങ്ങനെ ആ സമയത്ത് സ്റ്റെച്ചമെന്ന് ഇങ്ങനെ എണീറ്റിരിക്കുന്ന സമയത്ത് നേഴ്സ് വന്നിട്ട് ഒന്നും കൂടി ഒന്ന് PV ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് 11 മണിക്ക് ഒന്ന് PV ചെയ്ത് അപ്പോഴാണ് 4 സെൻറ്റിമീറ്റർ ഡയലൂട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഇവരൊന്നും ചെയ്യാത്തതാണ് എൻ്റെ പ്രശ്നം. എന്തെങ്കിലും മരുന്ന് വരിക, ഒരു വേദന കുറയാനുള്ള മരുന്ന് എന്തെങ്കിലും തന്നാൽ കുഴപ്പമില്ലല്ലോ. അത് കഴിഞ്ഞ് 4 സെൻറ്റിമീറ്റർ ആയ സമയത്ത് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ടും 4 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്, ഇത് നടക്കുന്നുണ്ട്, നമുക്ക് കുറച്ചേരം കൂടി ഒരു മണിക്കൂറും കൂടെ നോക്കാമെന്ന് പറഞ്ഞു.
11:30 വെച്ചിട്ടാണ് ഡോക്ടർ വരുന്നത് കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ കൂടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. സഹിക്കാൻ വയ്യാത്ത അത്രയും പെയിനായി. പിന്നെ എൻ്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരിക കേട്ടോ. സ്ട്രെച്ചറിൽ കിടക്കണം നിർത്തി ഞാൻ ഇരിക്കലെന്നായി കേട്ടോ. സ്ട്രെച്ചറിൽ ഇങ്ങനെ ഒറ്റ ഇരുത്തായിരിക്കും. പെയിൻ വന്നിട്ട് സഹിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് നല്ല പെയിനായിരുന്നു കേട്ടോ എനിക്ക്. കാരണം കയ്യും കാലൊക്കെ കൊയ്യേ, എനിക്ക് എണീറ്റ് നടക്കാനോ എനിക്ക് എൻ്റെ പുതിയാപ്പിളിനൊക്കെ ഒന്ന് കാണാൻ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ഒരാളോട് ഒരു കാര്യം ചോദിക്കുക എന്നുള്ളത് നല്ല മടിയുള്ളൊരു വ്യക്തിയാണ്. ആവശ്യം ഉണ്ടെങ്കിലും ആ ഒരു കാര്യം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇത് വരുത്തുമെന്ന് വിചാരിച്ച് ചോദിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. പിന്നെ പുതിയാപ്പിളിനെ കാണണമെന്നും സംസാരിക്കണം ഒക്കെ നിൽക്കുകയാണെങ്കിൽ കരച്ചിൽ കണ്ണിങ്ങനെ വെള്ളം വന്നിട്ട് റബ്ബേ സങ്കടം സഹിക്കാനും വയ്യ. അങ്ങനെ പിന്നെ കുറേ ഞാൻ പിടിച്ച ടൈമാണെങ്കിൽ പോട്ടെ വെച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. ഇവരാണെങ്കിൽ ഒന്നും നോക്കുന്നില്ല. അങ്ങനെ ഒരു 1:30 ആയപ്പോണ്ട് പിന്നെ നേഴ്സ് വന്നപ്പോൾ ഉള്ളു പരിശോധിക്കുമ്പോൾ നേഴ്സ് ഡോക്ടറിനെ വിളിച്ച് പറയുന്നത് കേട്ടോ, ഇത്ര സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്, പെട്ടെന്ന് ഡെലിവറി നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഇത് ഞങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യുന്ന ഒന്നുമില്ല, നമ്മളുമായിട്ട് ഈ ഒരു കാര്യം പറയുന്ന ഒന്നുമില്ല. പക്ഷേ എനിക്ക് നല്ല പെയിൻ ഉണ്ട്. എനിക്ക് പിന്നീടേക്ക് ലാസ്റ്റേക്ക് ഇങ്ങനെ വയറ് പിടിച്ച് അമർത്താനോ പുഷ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി വന്നു തുടങ്ങിയിട്ടോ. എനിക്ക് അങ്ങനെ തീരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷേ ഞാൻ ഒച്ച വെച്ച കാര്യമൊന്നുമില്ല, കണ്ണിങ്ങനെ വെള്ളം പോകുന്നുണ്ട് എന്നല്ല. ഞാൻ കിടക്കൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എണീറ്റിരുന്ന് നഴ്സുമാരെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയുണ്ട് ഡോക്ടർ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവരോട് പറഞ്ഞ ഓപ്പറേഷത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കോളിന്ന് പറഞ്ഞു തോന്നുന്നു. കാരണം അവർ പിന്നെ പെട്ടെന്നായിരുന്നു അവിടെ നിന്ന് 3-4 മരുന്ന് എടുത്തുകൊണ്ട് കൈക്ക് കയറ്റിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ് എടുത്തോണ്ടായിരുന്നു. എന്നിട്ടും പെയിൻ ഇങ്ങനെ സഹിക്കാൻ വയ്യാതെ പെയിനും വന്നു. പിന്നെ വരലൊന്നുമില്ല കേട്ടോ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ ചെറുതായിട്ടൊന്ന് കുറയുക, അതിൻ്റെ ബാക്കിൽ ഡബിൾക്കായിട്ട് പെയിൻ വരിക, അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ പെയിന് കുറഞ്ഞിട്ട് കുറച്ച് നേരം വിശ്രമിക്കുക, അങ്ങനത്തെ സംഭവമേ ഇല്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയി എന്നിട്ട് അവർ 2 മണി ആയപ്പോഴാണ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇരുന്നത്. അപ്പോൾ ഒരു പേപ്പർ കൊണ്ടുവന്ന് പേപ്പറിൽ സൈൻ ചെയ്യാൻ പറഞ്ഞ് എനിക്കാണ് സുപ്രസവം ആ സമയത്ത് ചോദിച്ച് അവർ പറഞ്ഞതല്ല ഇങ്ങനെ വാശി പിടിക്കരുത് എന്നുള്ളത്. എൻ്റെ വീട്ടുകാരൊന്നും പിന്നെ എന്തുകൊണ്ടാണ് എന്താ കാര്യം എന്നൊന്നും ചോദിക്കാനൊന്നും പോയിട്ടില്ല. ഇത് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചിന് എന്താ കാരണം അവർ പറഞ്ഞ സിസേറിയൻ, അതുപോലെ അവർക്ക് അറിയാത്തൊരു അവസ്ഥയാണ് കേട്ടോ. കാരണം എന്താണെന്നൊന്നും അറിയില്ല. ആ ഒരു സമയത്ത് അസ്കറിൻ്റെ അടുത്ത് എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഡ്രസ്സ് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയ സമയത്താണ് അവർ സൈൻ ചെയ്യിപ്പിക്കുന്നത് അസ്കനെ കൊണ്ട്. അപ്പോൾ അസ്കനെ വിളിച്ച് അപ്പോൾ ഉമ്മ വന്ന ഒരു തിരക്കിൽ അസ്കമ്മക്ക് റൂമിൽ എന്തോ സാധനം ഉണ്ടാക്കാൻ അതിന് പോയതായിരുന്നു. അപ്പോൾ അസ്കനെ കുറേ നേരം ഒന്ന് വിളിക്കുന്ന കേൾക്കുന്നുണ്ട്, ഈ പേഷ്യൻ്റെ ഹസ്ബൻഡ് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ ചോദിച്ചു തോന്നുന്നുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ആരോന്ന് അതെന്താ ഓപ്പറേഷൻ ചോദിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് വൈകുന്നേരം വരെ ഞങ്ങൾ നോക്കുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്ത് പ്രസവം എന്തെങ്കിലും ഉണ്ടാക്കി ഞങ്ങൾക്ക് നോക്കാൻ സമയം ഉണ്ടാവില്ല, ഇത്ര വരാൻ ഡ്യൂട്ടിന്ന് എന്തോ ഡോക്ടർ പറഞ്ഞു എന്നിട്ട് ആരൊക്കെ പറയുന്നേട്ടെ. അങ്ങനെ പിന്നെ ഇങ്ങനെ സൈൻ കിട്ടിയപ്പോൾ ഒരു സ്പീഡാക്കി, കാരണം ഇക്കും കൂടി എതിരുന്നുണ്ട് അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെ പിന്നെ സ്പീഡാക്കി. പിന്നെ കാര്യങ്ങൾ പെട്ടെന്നായിരുന്നു. പിന്നെ എന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇക്കും ഉമ്മക്കും ഫാമിലിക്കും കാണിച്ചു. അപ്പോൾ ഇക്കൻ്റെ ഉമ്മ ബാക്കിൽ ഉണ്ട്. അപ്പോൾ എനിക്ക് പെയിൻ ഒന്ന് ചെറുതായിട്ട് താന്നിരുന്നു. പിന്നെ അവരെ കണ്ട് കുറച്ച് കഴിയുമ്പോൾ പെയിനായിട്ട് വരാൻ തുടങ്ങി, സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് കൂടെ ആ പെയിന് നല്ല കൂടെ. ഞാൻ ആ സമയത്ത് കരഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ ഇളകി നിൽക്കുന്ന സമയത്ത്, കാരണം കണ്ണിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് നാളെ. പക്ഷേ പെയിനോട് ഇങ്ങനെ സങ്കടം വരുന്നുണ്ട്, കരച്ചിൽ വരുന്നൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇവരെ കണ്ട സമയത്ത് കണ്ണൊക്കെ കുറച്ച് നല്ല ക്ലീൻ ആയിട്ട് എന്നെ സ്ട്രെച്ചറിന് എണീക്കാനൊന്നും സമ്മതിക്കില്ലല്ലോ. അങ്ങനെ അവരെ കാണിച്ചു കൊടുത്ത് ഒക്കെ കഴിഞ്ഞ് എന്നെ ഡോർ ക്ലോസ് ചെയ്തിട്ട് ഉള്ളോട്ട് കൊണ്ടുപോയി. ആ സമയത്ത് ഇക്ക എന്നെ വിട്ട് നിന്ന് നോക്കിക്കല്ലാതെ എൻ്റെ അടുത്തേക്ക് വരെ ഒന്നും ചെയ്തില്ല കേട്ടോ. വിട്ട് നിന്ന് ഒരു അന്താളിപ്പ്, ഒരു ചിരിയോ ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൈ പിടിക്കാമല്ലോ എന്നുള്ളത്. നമ്മൾ ആഗ്രഹിക്കുമല്ലോ ആ ഒരു സമയത്ത്. ഉപ്പന്നെ തലോടുന്നുണ്ട്, ഉമ്മ നെറ്റിക്ക് ഉമ്മ തരുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ നോക്കുന്നത് ഇക്കനെ തന്നെയാണ് കേട്ടോ. ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ വരെ ഇക്കനെ കണ്ണിലോട്ട് നോക്കിക്കൊണ്ടാണ് ആ ഡോറ് ക്ലോസ് ചെയ്ത് ഉള്ളിലോട്ട് പോകുന്നത്. ആ സമയത്ത് ഡോക്ടർ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തി ഇനി ആ കൊണ്ടുപോയ സ്ട്രെച്ചറിന് അവർ ഓപ്പറേഷൻ്റെ ആ ഒരു സ്ട്രെച്ചറിലേക്ക് മാറ്റി കിടത്തി. അപ്പോൾ അനസ്തേഷ്യ തരാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഉണ്ടാവും. അത് അത്യാവശ്യം പ്രായമുള്ളൊരു ഡോക്ടർ ഉണ്ടാവും, നല്ല പ്രായമുണ്ട്. കാരണം മുടിയൊക്കെ കുറവായിട്ട് ഫുൾ മുടിയൊക്കെ ധരിച്ചൊരു ഡോക്ടറില്ല. അതിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻറ്റും ഉണ്ടാവും. അതിൻ്റെ പ്രായമില്ലാത്ത ഒരു ചെക്കനായിരുന്നു കേട്ടോ. അങ്ങനെ അനസ്തേഷ്യ അയച്ചാൽ പിടിച്ച് കൊടുക്കാൻ നമ്മളിങ്ങനെ വളച്ച് പിടിക്കണമല്ലോ, വയറും മുട്ടും ഇങ്ങനെ മടക്കിയിട്ടിട്ടാണ് അവർ അനസ്തേഷ്യ തരുന്നത്, നട്ടലിൽ നിന്ന് സൂചി വെക്കുന്നത്. അതിന് വന്ന അസിസ്റ്റൻ്റാണ് അവർ. അങ്ങനെ അയാൾ എന്നെ പിടിച്ച് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു. പിന്നെ ആ സൂചിൻ്റെ വലിപ്പമൊക്കെ നോക്കുമ്പോൾ ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. സൂചിൻ്റെ ആ ഒരു വലിപ്പം കണ്ടാൽ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ തട്ടും. ഞാൻ ആദ്യം തന്നെ ആ സംഭവങ്ങളൊക്കെ ആദ്യം തന്നെ നോക്കിയാണ്. അങ്ങനെ അനസ്തേഷ്യന് വേണ്ടി ചുറ്റി നോക്കി പെട്ടെന്ന് പിന്നെയും പെയിൻ വരിക. കുറച്ച് നേരം നിൽക്കും, പിന്നെ ആ പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ആ പെയിൻ വന്നപ്പോൾ ഞാൻ പിന്നെ ഇളകി. എന്നുവെച്ചാൽ നട്ടലിനെ അവർ കുത്താൻ വേണ്ടി മടക്കി വെച്ച സമയത്ത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഇളകിയപ്പോൾ അവരോട് ചോദിച്ചാൽ എന്ത് ഇളകല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇളകുന്നതല്ല, എനിക്ക് പെയിൻ സഹിക്കാൻ വയ്യ, എനിക്ക് ഡെലിവറി പെയിൻ തന്നെ പിന്നെയും വരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ തൊള്ള തുറന്നു കിട്ടും. അതുപോലെ ഞാൻ ഈ പെയിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അവരോട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പെയിൻ വന്നുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഞാനിതാ ഇപ്പം നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുത്തുന്നതിന് മുന്നായിട്ട് കുറച്ച് എനിക്ക് ആ പെയിൻ നിന്ന് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു അനസ്തേഷ്യ തരുന്ന ടൈമിൽ എനിക്ക് പെയിൻ വരുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പെയിൻ എനിക്ക് നല്ല പെയിൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇളകുന്നതല്ല, നിങ്ങളെ സൂചി ഒന്നും പേടിച്ചിട്ടല്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അല്ല നിങ്ങളെ സൂചി കാര്യങ്ങളൊന്നും പേടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഫോണിൽ കടിച്ചിരിക്കുന്നുണ്ട് എൻ്റെ ഡോക്ടർ. അപ്പോൾ ആ സമയത്ത് അത് കേട്ടപ്പോൾ ഡോക്ടറെ മുഖത്തേക്ക് ഞാൻ നോക്കി. അത് ഡോക്ടറെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് ഞാൻ ലാസ്റ്റത്തെ പറയുന്നത്. അപ്പോൾ ഡോക്ടർ എന്നെ നോക്കുക, ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ പെട്ടെന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കുക. അത് കേട്ടപ്പോൾ അത് വെച്ചതിന് ശേഷം എന്നെ സ്ട്രെച്ചറിലോട്ട് കിടത്തി. പിന്നെ ആ 2 ഡോക്ടർ പോയിട്ടോ. പിന്നെ ആ ഡോക്ടർ നമ്മളെ അടുത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ വയറിൽ ഇവിടെ തന്നെ ഒരു സിസേറിയൻ ചെയ്യുന്ന രീതിയിൽ ഇവിടെ തന്നെ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ള ഒരു ഡ്രസ്സാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എവിടെയും കാണുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ.
എൻ്റെ ഫ്രണ്ടിൽ എൻ്റെ വയറിന് കാണാത്ത രീതിയിൽ എന്തോ ഒരു ബോക്സ് എന്തോ ഒരു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ വയറ് നോക്കിയാൽ കാണില്ല, പക്ഷേ ഡോക്ടർക്ക് കാണും ചെയ്യാം അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ എനിക്ക് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ചുറ്റും 3-4 ഡോക്ടർ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ലേഡി ഡോക്ടർ കുട്ടികൾ, പഠിക്കുന്ന ഡോക്ടർ കുട്ടികളുണ്ടാവില്ല, അവരാ തോന്നുന്നു കേട്ടോ. അങ്ങനെ 3-4 എൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. സിസേറിയൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് കണ്ടുപിടിക്കാൻ അവർ എന്തെങ്കിലും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും. അങ്ങനെ അവർ 3-4 ആൾ എൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൈ പിടിച്ചേക്കുന്നുണ്ട് കേട്ടോ. അവരെൻ്റെ കൈ പിടിച്ചേക്കുന്നുണ്ട്. ഞാൻ കൈ പിടിച്ചേക്കാൻ ഞാൻ ഒന്നും ചെയ്യുന്നൊന്നുമില്ല ആ സമയത്ത്. അപ്പോൾ അവരെൻ്റെ കൈ പിടിച്ചിട്ടും പിന്നെ ഒരു സീനിയർ നേഴ്സ് ഡോക്ടർ കൂടെ ഉണ്ട്. പിന്നെ ഒരു 1-2 ഡോക്ടർ കുട്ടികൾ ഡോക്ടറെ അടുത്തേക്ക് നിൽക്കുന്നുണ്ട്. കാരണം ഇത് നോക്കി പഠിക്കാൻ വേണ്ടി. പിന്നെ 2 ആൾ എൻ്റെ തലേൻ്റെ ബാക്കിലായിട്ട് അതിന് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഡോക്ടർ ഇത് വെച്ചതിന് ശേഷം തരിച്ചോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് വരച്ചു പോകും. ആ ഭാഗത്തിനെ ഒന്ന് വരയ്ക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. ഈ വരയ്ക്കുന്ന സമയത്ത് ഞാൻ അറിയുന്നുണ്ട് ആദ്യം ചെറുതായിട്ടൊരു പേര്, പിന്നെ ഫുള്ള് തരിപ്പായിരുന്നു. തരിക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന ഓരോ ലൈനായിട്ട് കീറുന്നത് ഞാൻ ഇങ്ങനെ എണ്ണുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കീറുന്നുണ്ട്. ഒരു സീനിയർ നേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട് ഡോക്ടറെ കൂടെ തന്നെ. അവരെ കണ്ണിലേക്ക് അറിഞ്ഞ ഓരോ ഇത് കീറുമ്പോൾ ഞാൻ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടറെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ആൾ മാറി മാറി അവരെ മൊത്തം എക്സ്പ്രഷൻ ഞാൻ നോക്കിയിരുന്നു. പിന്നെ ഈ ടൈമിൽ അവരിങ്ങനെ കത്തി എന്തെങ്കിലും ആ ഒരു കീറുന്ന സംഭവമൊക്കെ എടുക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ പൊന്തിക്കുന്ന സമയത്ത് ബ്ലഡ് വേണ്ടിയിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ആ സമയത്ത് നല്ല മയക്കം വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു സമയത്ത് ഉറങ്ങാനേ പറ്റുന്നില്ല. ഈ സമയത്ത് എല്ലാവരും ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്ന ഒരു ഇതുണ്ട്. പക്ഷേ എനിക്ക് ആ സമയത്ത് ഉറക്കം വരുന്നുണ്ട്, പക്ഷേ എനിക്ക് ഉറക്കാൻ കഴിയുന്നില്ല. കണ്ണ് മാറി പോകുന്നുണ്ട്, പക്ഷേ എനിക്ക് കണ്ണടയ്ക്കാൻ തോന്നുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഓരോ ലെയർ കീറുമ്പോൾ ഞാൻ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക. ലാസ്റ്റത്തെ ലെയർ കീറിയിട്ട് നേഴ്സ് ഇവിടുന്ന് ഒരു പുഷ് ചെയ്യലുണ്ട്. അമർത്തി അങ്ങോട്ട് പുഷ് ചെയ്യും. താഴത്തോട്ട് അമർത്തി പുഷ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞേ അവർ കുഞ്ഞിനെ പുറത്തെടുത്ത്. അപ്പോൾ ഇതിങ്ങനെ കാണുന്നുണ്ടോ, കുഞ്ഞിനെ ഞാൻ കാണുന്നുണ്ട്. കുഞ്ഞപ്പം എന്താ പറയുക, ഒരു പച്ച കളർ ഓടിയിട്ട് ബ്ലഡും എല്ലാം ആ മേലുണ്ട്. പക്ഷേ ഒരു കരിവാളിച്ചിട്ടായിരുന്നു കുട്ടീനെ പുറത്തേക്ക് എടുത്ത്, മുടിയൊക്കെ ഉണ്ട്. പക്ഷേ ആ സമയത്ത് കുഞ്ഞ് കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുഞ്ഞ് ഏതാണെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ 3 വട്ടം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പഠിച്ചോന്ന് സ്തുതിച്ച് കേട്ടോ ചെയ്തത്. കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് കാണിച്ച് എന്തായിട്ട് കുഞ്ഞ് പുറത്തേക്ക് വന്നിട്ടോ ആൺകുട്ടിയ എന്ന് പറഞ്ഞതിന് അറിയാതെ ഞാൻ കരഞ്ഞു. അപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഒരു ചെറിയൊരു സൗണ്ട് പുറത്തേക്ക് വന്ന് ഒരു എന്താ പറയുക, പൊട്ടി കരയുന്ന പോലെ ഇല്ല ആ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ പറയുമ്പോൾ പോലെ എനിക്ക് കണ്ണു അറിയുന്നുണ്ട് കേട്ടോ. അറിയാതെ എൻ്റെ വായന്ന് സൗണ്ട് അറിയാതെ പൊന്തി ഞാൻ പൊട്ടി കരഞ്ഞു കേട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ ഇത്രയും മാസങ്ങളായിട്ട് വെയിറ്റ് ചെയ്ത ഒരാൾ പെട്ടെന്ന് പുറത്തെത്തുക എന്ന് പറയുമ്പോൾ ആ ഒരു ഹാപ്പിനെസ്, നമ്മളിത് കാത്തു നിന്ന് കിട്ടിയൊരു ആളെ നമ്മൾ ഈ ഒരു കുഞ്ഞാണെന്ന് വരെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇതാണെന്ന് കേട്ടപ്പോൾ അറിയാതെ ഞാൻ പൊട്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പം പറയുമ്പോൾ പോലെ എൻ്റെ കണ്ണ് നിറയും കേട്ടോ. ആ ഒരു സമയത്ത് അങ്ങനെ ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ 2 ഭാഗത്ത് ഡോക്ടർ വിഭാഗം പഠിക്കുന്ന ചെറിയ കുട്ടികളെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു സമയത്ത് എൻ്റെ ഏജ് ഉണ്ടാവും അവർ. അപ്പം അവർ 2 ആളും എൻ്റെ കണ്ണ് തുടച്ചിരുന്നു. അയ്യേ ഇതുവരെ കരയാതെ ഇപ്പം നിങ്ങൾ എന്തിനാണ് കരയുന്നത് അങ്ങനെ. അപ്പം ഡോക്ടർ പറയുന്നുണ്ട് അത് സന്തോഷക്കരച്ചിലാണെന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എന്നിട്ട് കരച്ചിൽ നിൽക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ കരയന്നെ. പിന്നെ അതിൻ്റെ ഇടയിൽ മോനെ ഉള്ളോട്ട് കൊണ്ടുപോയി. മോനെ അപ്പം തന്നെ അവർ ക്ലീൻ ചെയ്യുന്നതിന് എൻ്റെ മേലെ വെച്ചല്ലോ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് കാണിച്ചു തന്നെ ആളെ പൊന്തിച്ച് കാണിച്ചു തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കരിവാളിച്ചിട്ട് ഞാൻ കാണുന്നത് ഒരു പച്ച കളർ ആൾ ഫുള്ളായിട്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ കളർ ഉണ്ടാവില്ലായിരിക്കും മോനെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ പച്ച കളർ ഓടിയിട്ടാണ് ഞാൻ അവനെ കാണുന്നത്. പിന്നെ അവനെ ഉള്ളിലോട്ട് കൊണ്ടുപോയി അവിടെ എത്തിയതിന് ശേഷമാണ് ആളെ കരച്ചിൽ ഞാൻ കേൾക്കുന്നത്. ഉള്ളിൽ അവൻ്റെ കരച്ചിൽ കേൾക്കുന്നത് കേട്ടോ മോൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പിന്നെ ഇത്രയും എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ കരയും. കാരണം ആളെ മുഖത്ത് ഫുള്ള് 2 കൈ കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ടൈമിൽ കൈ എണ്ണിക്കൊണ്ട് നിൽക്കുക തോന്നുന്നത്. കാരണം ഉമ്മൻ്റെ അടുത്തേക്ക് പുറത്തേക്ക് ക്ലീൻ ചെയ്ത് അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് കൊണ്ടേ ബാക്കിൽ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഉമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ വന്നാൽ എൻ്റെ കൈ കൊണ്ടാണെന്ന്, ഒരു വിരൽ നന്നായിട്ട് വായിലുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ആ വായിലാകെ വിരൽ പിന്നെ ഉണ്ടായിട്ടൊന്നുമില്ല ആ ഒരു സമയത്ത്. അങ്ങനെ 2 കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ ആൾ ഇരിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് നേരത്തിന് പുറത്തേക്ക് കൊടുക്കില്ല. ആ സമയത്ത് ഇക്കാൻ്റെ ഉമ്മയായിരുന്നു കുഞ്ഞിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വെള്ളം തൊട്ടെടുത്തതും ഇക്കാൻ്റെ ഉമ്മ തന്നെ ആയിരുന്നു കേട്ടോ. ബാങ്കു ഇക്കാമത്ത് കൊടുത്തത് എൻ്റെ ഉപ്പയും, പിന്നെ പേര് വിളിച്ചത് ഉപ്പ തന്നെ ആയിരുന്നു. അത് ഇക്കാൻ്റെ ഉപ്പൻ്റെ പേരായിരുന്നു കേട്ടോ അന്ന് ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ആളിൻ്റെ അടുത്ത് കൊണക്കി പിന്നെ ആളെ കാണണം തന്നെ തോന്നുന്നു. ഞാൻ മര്യാദ ഞാൻ കണ്ടിട്ടില്ല, ആ ഒരു രീതിക്കാണ് എനിക്ക് കാണിച്ചു തന്നോക്കെ. അങ്ങനെ പിന്നെ അവർ സ്റ്റിച്ച് ഇടാൻ തുടങ്ങി. വയറൊക്കെ ക്ലീൻ ചെയ്ത് ഒരു സൗണ്ടൊക്കെ കേൾക്കുമല്ലോ വയറിൻ്റെ ഉള്ളിൽ നിന്ന്. ആ ഒരു ഫ്ലൂയിഡും ബ്ലഡൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു സാധനം പൈപ്പ് എന്തോ വെച്ചിട്ടാണ് ഒരു സാധനം വലിച്ചെടുക്കുന്നത്. ആ സമയത്ത് എന്തൊക്കെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഓരോന്നായിട്ട് സ്റ്റിച്ച് ഇടാൻ തുടങ്ങി. ഓരോ അറകൾ ഇങ്ങനെ അവർ സ്റ്റിച്ച് ഇടുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടോ. ഡോക്ടർ വല്ല കലപിച്ചിട്ട് നീ ഉറങ്ങിയിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോൾ നഴ്സിന് എല്ലാവരും ഈ സമയത്ത് ക്ഷീണം കൊണ്ട് ഉറങ്ങാതെ ചെയ്യാൻ, നീ എന്താ ഉറങ്ങാതെ നിൽക്കുന്നത്. അപ്പോൾ ഡോക്ടർ അറിയുന്നുണ്ട് നഴ്സിനോട് ഓൾ MBBS പഠിക്കാൻ നമ്മളെ കൂടെ ഇരുന്നിട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ചിരിച്ചും ചെയ്തു. കാരണം എനിക്ക് പിന്നെ ഉറക്കെന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥ. ഞാൻ 3 ദിവസം ഉറങ്ങിയിട്ടില്ല കേട്ടോ അവിടെ എത്തിയിട്ട്. ഒന്നാമത് തലേ ദിവസം, പിന്നെ ഇത് സിസേറിയൻ ഞങ്ങളുടെ അന്ന് പിറ്റേ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ആക്ച്വലി വാർഡിലേക്ക് എത്തുന്ന വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഉറക്കം കിട്ടുന്നില്ലായിരുന്നു. അത് പറയാമല്ലോ നമുക്ക്. അത് കഴിഞ്ഞ് എന്നൊക്കെ സ്റ്റിച്ചൊക്കെ ഇട്ട് എന്നെ പുറത്ത് കൊണ്ടുപോയി അവർക്ക് ഫാമിലിക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഫാമിലിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയി അവരെന്നെ കണ്ട് എല്ലാവരും ആസ്ക ബാക്കിൽ നിന്ന്. അപ്പോഴും ഇങ്ങനെ ഞാൻ ഇതിൻ്റെ സിസേറിയൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ആളിൻ്റെ വിട്ടിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ അടുത്ത് വരെ കൈ പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷേ ആളങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയത്തും ആളവിടെ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുമ്പോഴും ആൾ വിട്ടിട്ട് തന്നെ നിൽക്കുന്നത്. എൻ്റെ അടുത്തേക്ക് വരിക അങ്ങനെയൊന്നും ചെയ്തില്ല. എല്ലാവരും വിട്ടുന്നുണ്ട്. ഉമ്മയും തലയോടെയൊക്കെ അങ്ങനെ പറഞ്ഞ അപ്പനോട് ചോദിക്കുന്നുണ്ട് മോനെ എവിടെ ഇട്ടോട് ഇപ്പം അപ്പം തന്നെ ചോദിക്കുന്നത് കുട്ടി എവിടെ, കുട്ടിനെ കണ്ടിട്ടില്ല പറയുന്നത്. അപ്പോൾ തന്നെ അവർക്കും കാണിച്ചു കൊടുത്ത ഡോക്ടർ ഉള്ളിലേക്ക് എന്നൊക്കെ ഇതിന് കാര്യത്തിനായിട്ട് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടാവും ഇങ്ങനെ. അപ്പോൾ ഞാൻ ഉള്ളിൽ കാണിച്ചു കൊടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്നെ നമ്മൾ മാറ്റുന്നത് ICUലേക്കാട്ടോ. ഈ
ഈ ഒരു അനസ്തേഷ്യ തന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പെയിൻ വെച്ചാൽ കുറച്ച് നേരത്തിന് പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഒരു തരിപ്പ് മാത്രമാണ് ഉണ്ടാവുക, കൈയും കാലും ഫുള്ള് തരിപ്പായിരിക്കും. പിന്നെ അവർ ഐസിയിലേക്ക് നേരെ കൊണ്ടുപോയി അവിടുന്ന് 2-3 സൂചി വെച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്നു കുട്ടിയുടെ അപ്പോൾ കുട്ടിനെ ഇപ്പം കൊണ്ടല്ല, ഫീഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരും, പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു തരിപ്പൊക്കെ മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കാൻ കഴിയുന്ന സമയത്ത് അവർ കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ 3-4 സൂചി വെച്ചത് അനസ്തേഷ്യൻ്റെ ആ ഒരു സംഭവം വിടാൻ വേണ്ടിയിട്ടുള്ള സൂചിയാട്ടോ അവർ വെച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് തിരിഞ്ഞ് പറഞ്ഞ് ഫുള്ളായിട്ടാണ് തിരിഞ്ഞ് പറഞ്ഞ് കിടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ നേഴ്സിനോട് എനിക്ക് തിരിഞ്ഞ് പറഞ്ഞ് കിടക്കാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ നേഴ്സിന് കാണിച്ചു കൊടുത്ത്, എനിക്കോ പിടിച്ചിട്ട് തിരിഞ്ഞാണ്ട് കിടന്ന് കാണിച്ചു, കാരണം എനിക്ക് മോനെ കാണണം, അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാം, കാരണം ഞാൻ വേഗം കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ പിന്നെ നേഴ്സ് പുറത്തേക്ക് വിളിച്ചാണ് കുട്ടീനെ, ഈ പേഷ്യൻ്റെ കുട്ടീനെ കൊണ്ടുവരി പറഞ്ഞിട്ട് കുട്ടീനെ കുറച്ച് നേരം കുട്ടികളെ ICUവിൽ വെച്ചതിന് ശേഷം എൻ്റെ ഫാമിലീൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വലിയ താത്ത കേട്ടോ കുട്ടീനെയായിട്ട് എൻ്റെ ICUവിലേക്ക് വരുന്നത്. അപ്പോൾ ആ ടൈമിൽ താത്തനോടൊന്നും ചോദിക്കാനും മിണ്ടാനൊന്നും കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ കുട്ടീനെ കേട്ടോ ആദ്യം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന മോനെ താത്തൻ്റെ കയ്യിൽ നിന്ന് നേഴ്സ് കുഞ്ഞിനെ വാങ്ങി ഡോറ് ക്ലോസ് ചെയ്ത് എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നു കേട്ടോ. അപ്പം കാരണം കുഞ്ഞിനെ കാണാനുള്ള ഒരു ആർത്തിയിൽ നിൽക്കുകയാണ് ഞാൻ. കൊണ്ടുവന്ന് ഇങ്ങനെ ഫീഡ് ചെയ്തു. അപ്പോൾ ഞാൻ മോനെ കാണുന്നതെന്ന് കണ്ണോർന്ന് ഞാൻ കാണുന്നപ്പോൾ അപ്പോൾ ഞാൻ വേറെ തുമ്മൊക്കെ വെച്ച് ആളെ ഞാൻ മര്യാദയ്ക്ക് നോക്കി. അപ്പോൾ ആൾ നല്ല കളറുണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ച് ഇനി കൊണ്ടേ കുട്ടി മാറിപ്പോയോ എന്ന് വിചാരിച്ചിട്ടോ. കാരണം ആ ഒരു സമയത്ത് മേൽ ഫുള്ളി അങ്ങനെ പച്ച കളർ, പിന്നെ വല്ലതും ടർക്കി നീക്കി ആളെ നോക്കുകയല്ലോ. നമ്മൾ കിട്ടിയ കുട്ടീനെ മോൻ മാത്രമല്ല മേലൊക്കെ ഒന്ന് നോക്കണം നമുക്ക്. അങ്ങനെ കുഞ്ഞിനെ മേലേക്ക് നോക്കിയപ്പോഴാണ് ഒരു പച്ച ലൈന് മോൻ്റെ മേലൊക്കെ ഉണ്ട്, കുറച്ചൊന്ന് കരിവാളിച്ചിട്ടുണ്ട് ആൾ. അങ്ങനെ ഉള്ളിൽ കുടുങ്ങി കിടന്നിട്ടോ അങ്ങനെ എന്തോ ആയിരിക്കാം, എന്തുകൊണ്ടോ ആയിരിക്കാമല്ലോ സിസേറിയൻ ചെയ്യാൻ കാരണം, അങ്ങനെ എന്തുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ആ സിസേറിയൻ ചെയ്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ചും കൂടി കാത്തുനിന്ന് ചിലപ്പോൾ സുഖപ്രസവം ഉണ്ടാവും, അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. എനിക്ക് സിസേറിയൻ ചെയ്തതിന് വിഷമം നന്നായിട്ടുണ്ടായിരുന്നു. 1-2 ദിവസം എനിക്ക് ആ ഒരു കാര്യം തന്നെ, 1-2 ദിവസമല്ല, ആ ഒരു ഡെലിവറി കഴിഞ്ഞ് ഇപ്പോഴും ഞാൻ ചിന്തിക്കാതെ എനിക്ക് സിസേറിയൻ ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ള കാര്യം. കാരണം എനിക്ക് മരുന്നൊന്നും വെക്കാതെയാണ് പെയിൻ വന്നതും കാര്യങ്ങളൊക്കെ. മരുന്നിൻ്റെ ഒരു ആവശ്യം ആ ഒരു മരുന്ന് വെച്ചിട്ടുമില്ല, എനിക്ക് മരുന്നൊന്നും വെക്കാതെ പെയിൻ വന്നുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്താൽ ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിപ്പോഴും വേട്ടാടിക്കൊണ്ട് കിട്ടും അങ്ങനെ ഓർക്കുമ്പോൾ. ഇപ്പം പിന്നെ കുറച്ചൊക്കെ ഒന്ന് റിക്കവർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 3 വയസ്സാവാനാലും ഇപ്പോൾ കുറേ ആദ്യമൊക്കെ തന്നെ ഞാൻ ചിന്തിച്ച് ടെൻഷൻ അടിച്ചിരുന്ന ഒരു സമയമുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടും, ഇങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ, നോർമൽ ഉണ്ടാവുകയില്ലല്ലോ എന്നുള്ള കാര്യം. അങ്ങനെ പിന്നെ ഫീഡ് ചെയ്യാൻ ഫസ്റ്റ് സമയത്ത് നാളെ അങ്ങനെ ഫീഡ് ചെയ്യുന്നൊന്നുമില്ലായിരുന്നു കേട്ടോ. കൊണ്ടുവരുമ്പോൾ മോന് നല്ല ഉറക്കത്തിലാട്ടോ, അതുകൊണ്ട് തന്നെ ഫീഡ് ആക്കുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ നേഴ്സിനെ ചോദിച്ചു കുറച്ച് സമയം ഇവിടെ നിന്നോട്ടെ, പിന്നെ അപ്പോൾ എല്ലാം അവർ വന്നാൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നത് ഇത്താത്തയും കൂടി ആട്ടോ. വലിയ ഇത്താത്തായിരുന്നു കേട്ടോ ഡെലിവറിക്ക് കൂടെ ഉണ്ടായിരുന്നു. 2 ഇത്താത്താർക്ക് ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ട് ആ സമയത്ത് അവർക്ക് എത്തിയില്ല കേട്ടോ. സിസേറിയൻ ആയതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സിന് അലൗഡ് അല്ലാന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞിനെ വാങ്ങാൻ വന്നാൽ വലിയ ഇത്താത്തയും ഇക്കയും കൂടെ ആയിരുന്നു കേട്ടോ. ഇക്ക പിന്നെ കൈക്കുഞ്ഞുങ്ങളെ എടുക്കാനേ അറിയില്ല, എന്നെ കാണാമെന്ന് വിചാരിച്ച് കൂടെ പോകുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ നേഴ്സിനോട് ചോദിച്ചു, നേഴ്സ് അപ്പോൾ ഡോറ് തുറന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ, ഉള്ളിലേക്ക് കയറ്റൂല. അപ്പോൾ ഇക്ക ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്, വേദന ഉണ്ടോ എന്നുള്ള. അപ്പോൾ ഞാൻ ഇല്ല നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ നേഴ്സ് പെട്ടെന്ന് ഒരു ചിരി ഇരിക്കുന്നുണ്ടായിരുന്നു. 2 മണിക്കൂറിന് ശേഷം പിന്നെയും കൊണ്ടുവരാൻ പറയും. അങ്ങനെ പിന്നെയും കൊണ്ടുവരാൻ പറഞ്ഞ് പിന്നെ അങ്ങോട്ടാണ് എന്താ പറയുക ഈ ഒരു അനസ്തേഷ്യൻ്റെ ആ സംഭവം വിട്ട് തുടങ്ങി. മോനെ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ വിടുന്നത്. 1 മണിക്കൂറിന് ശേഷം ആ സമയത്ത് ഞാൻ കുറച്ച് നേരം ഒന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും ഉറക്കം കിട്ടുന്നില്ല, ഉറക്കം മുറുകി കിട്ടണ്ടേ, കുറച്ചധികം നേരം ഉറങ്ങണ്ടേ, ഉറക്കം മുറുകി കിട്ടുന്നേ ഇല്ല. അതുപോലെ ഈ ഒരു അനസ്തേഷ്യൻ്റെ സംഭവം വിട്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗുഡൻസ് മനസ്സിലാവുന്നത്. കാരണം കൈ ഫുള്ള് വിറക്കലോട് വിറക്കൽ വെച്ചാൽ നല്ല വിറക്കലും നല്ല കോൾഡ് വരാനുള്ള ഒരു ചൂടും കാര്യങ്ങളൊക്കെ. പൊച്ചിനും പുറപ്പം മതിയാവുന്നില്ല. അമ്മ എന്നെ പറഞ്ഞു നേഴ്സിനോട് AC-ൻ്റെ തണുപ്പൊന്നും കുറച്ച് കുറയ്ക്കി വെച്ച്, കാരണം നല്ല വിറയലാണ്, കുറച്ചധികം പല്ലുകൾ ഇങ്ങനെ കൂട്ടി അടിച്ചിട്ട് വിറയ്ക്കും, കുറച്ചധികം നേരം തന്നെ അതുണ്ടാവും. എൻ്റെ കഴിഞ്ഞൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ICU ആക്കിയപ്പോൾ തന്നെ വേറൊരു പേഷ്യൻറ്റ് ICU ആ ലേഡി ആണെങ്കിൽ കിടന്ന് കച്ചിലോട് കച്ചില്ല, അത് കൊണ്ടുവന്ന് കിടത്തി കുറച്ച് കഴിയുമ്പോൾ തന്നെ കച്ചിലോട് കച്ചിലായിരുന്നു കേട്ടോ, വേദനിച്ചിട്ട് വയ്യാന്ന്. ആ ഒരു ലേഡി അന്ന് ഉറങ്ങിയിട്ട് തന്നെ ഉണ്ടാവില്ല, കാരണം കച്ചിലോട് കച്ചിരുന്നിട്ട് അതിന് എത്രയോ മരുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ വേദന കുറേ. ആ ഒരു സമയത്ത് 2 C-സെക്ഷനും പിന്നെ 2 വേറെന്തോ സർജറി ആയിട്ടാട്ടോ നമ്മുടെ ICUവിൽ ഉണ്ടായിരുന്നത്. 4 പേഷ്യൻ്റ് ആയിരുന്നു ടോട്ടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഉമ്മോ അല്ലാന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കരയുന്ന കേട്ടോ പെണ്ണ്. ആ പെണ്ണിനെ കാണുമ്പോൾ നമുക്കൊന്നും സൗണ്ട് ഉണ്ടാക്കി കരയാൻ പോലും തോന്നൂല കേട്ടോ. അങ്ങനെ നമുക്ക് പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് നിർത്തും. അവരുടെ 3ാമത്തെ തെറ്റാണ് കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് നേഴ്സ് ചോദിക്കുന്നുണ്ട് നിങ്ങളത് എത്രാമത്താന്ന് ചോദിക്കുന്നത്. ഞാൻ ഫസ്റ്റത്താണോ, ഫസ്റ്റത്തെ ഇങ്ങനെ അല്ലല്ലോ ഉണ്ടാവുക എന്നുള്ളൊരു അവസ്ഥ. കാരണം ഞാൻ ഒന്നും മിണ്ടുന്നില്ല, പെയിന് സഹിക്കുന്നുണ്ട്, ഒരു കുഴപ്പവും കാണിക്കുന്നില്ല, അവർ അലമ്പും കാണിക്കുന്നില്ല. അവരങ്ങനെയല്ല, അവരുടെ എത്രാമത്തെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് 3ാമത്തെ പറഞ്ഞപ്പോൾ എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നതെന്ന് നേഴ്സ് ചീത്തയും പറയുന്നുണ്ട് കേട്ടോ അവരെ. പിന്നെ ഈ അനസ്തേഷ്യൻ്റെ ഇത് വിട്ട് വിറയൽ കഴിഞ്ഞ് കുറച്ച് പനിക്കാൻ തുടങ്ങി. പനി പിറ്റേന്ന് നമ്മളെ വാർഡിലേക്ക് ആക്കുമ്പോൾ പനിയുണ്ട്, ആ ഒരു പെയിനും വീണ്ടും വരാൻ തുടങ്ങി. അപ്പോഴാണ് ഇത് ഞാൻ അറിയുന്നത് ഈ പെയിന് പോകുന്ന പെയിൻ അല്ല എന്നുള്ളത്. കാരണം എനിക്ക് ആ ഡെലിവറി പെയിൻ എങ്ങനെയാണോ അതിൻ്റെ ഡബിൾക്ക് അത് വരുന്ന എന്ന സമയം എന്ന് പറയുമ്പോൾ 2/14 കേട്ടോ. 2/14 മോൻ ജനിക്കുന്നത്. എനിക്ക് വീണ്ടും പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ സഡേഷൻ കഴിഞ്ഞ് 4 മണിക്ക് ശേഷം കേട്ടോ ആ പെയിൻ എനിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പെയിന് കൂടുതലായിട്ട് വരും, പിന്നെ കുറച്ച് നേരം ഗ്യാപ്പ് ഉണ്ടാവും, അങ്ങനെ ആയിട്ടാട്ടോ പെയിൻ വരുന്നത്. ഈ ഒരു പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വിശപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം അന്നില്ലായിരുന്നു കേട്ടോ. ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഉൽമൻ്റെ വേദന അങ്ങനെ എന്തോ ഒരു പെയിനും കൂടെ പറയൂട്ടോ. അത് ഈ ഡെലിവറി പെയിനേക്കാൾ അപ്പുറമാണ് പറയുന്നത് കേൾക്കുക ഓരോരുത്തരും സ്റ്റോറി ചെയ്ത്. ആ ഒരു പെയിനാണ് പിന്നീട് ഞാനത് സഹിച്ചത്. കാരണം എനിക്ക് പിറ്റേന്ന് വരെ ഉണ്ടായിരുന്നിട്ട് ആ ഒരു പെയിൻ
എനിക്കിങ്ങനെ ബാത്റൂം പോകാനുള്ള ടെൻഡൻസി എങ്ങനെയാണ് നമ്മൾ ആ ഡെലിവറിയിൽ ആ ഒരു പെയിൻ അനുഭവിച്ചിട്ടുണ്ട് അതേ പെയിൻ തന്നെ. പെയിൻ ഇങ്ങനെ വരിക, ബാത്റൂം പോകാനുള്ള ഒരു ടെൻഡൻസി, രാത്രിയൊക്കെ ഇങ്ങനെ ബാത്റൂം പോകാൻ ഇങ്ങനെ തോന്നുക. ഞാൻ കുറച്ച് നേരം ഒന്ന് മയങ്ങാന്ന് വിചാരിച്ച് ഈ ഒരു പെയിൻ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് നേരം ഒന്ന് പെയിൻ നിൽക്കുന്നുണ്ട്, 10 മിനിറ്റൊക്കെ ആയിട്ട് പെയിൻ നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ട് കണ്ണ് മാളും. പക്ഷേ പിന്നീട് ആ ഒരു പെയിൻ വീണ്ടും വീണ്ടും വരും. 1 മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ കൊണ്ടുവരണമെന്നുണ്ടല്ലോ. അപ്പോൾ നേഴ്സ് കുഞ്ഞിനെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ടൈം നോട്ട് ചെയ്തു. ടൈം ആകുമ്പോൾ കൊണ്ടുവരണമെന്ന് ഞാൻ അതിൻ്റെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കില്ല. അപ്പോൾ നേഴ്സിനൊക്കെ ഡോക്ടർ ഇത്ര ടൈം ആകുമ്പോൾ കൊണ്ടുവരുമല്ലോ വയ്ക്കും. അങ്ങനെ പിന്നെ ലാസ്റ്റ് 12 മണിയൊക്കെ ആകുമ്പോൾ പിന്നെയും ഫീഡ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുവന്നു. അങ്ങനെ ആ സമയത്തേക്ക് പെയിൻ ഞാൻ മോനെ കാണുമ്പോൾ ഞാൻ ആ പെയിനൊക്കെ പിടിച്ച് നിർത്തുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ പെയിൻ വീണ്ടും വീണ്ടും വരിക. ഒരു 10-15 മിനിറ്റൊക്കെ നിൽക്കും, പിന്നെ ആ പെയിൻ വരും. പിന്നെ ആ ഒരു സമയത്തേക്ക് ചെറുതായി ക്ഷീണം കൊണ്ട് കണ്ണ് മാറി പോകുന്നുണ്ട്. പിന്നെ ആ പെയിൻ വരുമ്പോൾ പിന്നെ ഉറക്കം കിട്ടായി വരുന്നുണ്ട്. കൊണ്ടുവന്നു ലാസ്റ്റ് നൈറ്റിൽ ഫീഡ് ചെയ്യാൻ കൊണ്ടുവന്നു. പിന്നെ കൊണ്ടുപോയി. പിന്നെ ഉമ്മനെയും ഒന്നും ഞാൻ കാണുന്നില്ല. ഞാൻ ടൈം 2 മണി ഞാൻ നേഴ്സിനോട് അതിൻ്റെ ഇടയിൽ ആ മറ്റേ പേഷ്യൻ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് ഒച്ചപ്പാടുണ്ടാകുന്നതുകൊണ്ട് നേഴ്സ് ഇടയ്ക്കിടയ്ക്ക് എണീക്കും. 1 മണിക്ക് 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് ഉണ്ട കണ്ണും തുറന്ന് ഞാൻ നിൽക്കും കേട്ടോ. അപ്പോൾ നേഴ്സിന് ഞാൻ ചോദിക്കുന്ന ടൈം എത്ര? അപ്പോൾ 2 മണിയായി. പിന്നെ 3 മണി, പിന്നെ 4 മണിക്കാട്ടോ മോനെ കൊണ്ട് വരുന്നത്. അപ്പോൾ ഇക്കാൻ്റെ ഉമ്മേനെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്ത് ഇത്ര നേരം വരും? കാരണം ഞാൻ പിന്നെ റൂമിൽ എത്തിയത് ഇങ്ങനത്തെ വീഡിയോ കൊണ്ടെത്തുന്നത്. കാരണം ആളും മോനും നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. മോനക്ക് പിന്നെ അങ്ങനെ അലമ്പോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അലഹമില്ല എനിക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫുഡിലുള്ള ഒന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷേ ആൾ പുറത്തേക്ക് വന്നതിന് ശേഷം ഒരു അലമ്പോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആൾ നല്ല ഡീസൻ്റ് ആയിരുന്നു, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അങ്ങനെയൊക്കെ ആയിരുന്നു. ഫീഡ് ചെയ്ത് തിരിച്ചു കൊടുത്ത് ആ ടൈമിൽ ആൾ എണീറ്റ് കരഞ്ഞത്. അതുകൊണ്ട് കൊണ്ടുവന്നത് കേട്ടോ. അല്ലെങ്കിൽ അവരും അറിയില്ലായിരുന്നു ഈ ഒരു ഓട്ടപ്പാച്ചിൽ. അവരും ക്ഷീണം കൊണ്ട് ഉറങ്ങി പോകുമല്ലോ ഉമ്മയും അവരൊക്കെ. അങ്ങനെ പിന്നെ ഒരു 6 മണിക്കായി. പിന്നെ 7 മണിയാകുമ്പോൾ നേഴ്സ് മാറും. ഈ നേഴ്സിനോട് ഞാൻ രാത്രിയെ ചോദിക്കുന്നത് ഒന്ന് ബാത്റൂം പോട്ടെ. അപ്പോൾ ഇല്ല പോകാൻ പറ്റില്ല. ട്യൂബ് ഉണ്ടല്ലോ, നിങ്ങൾ ബാത്റൂം വേണമെങ്കിൽ നിങ്ങൾ എന്തിനാണെങ്കിലും നിങ്ങൾ ബെഡിൽ തന്നെ കഴിച്ചോളി, ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. പക്ഷേ എനിക്ക് ബാത്റൂം പോകുന്നേ വേണം. എനിക്ക് ബാത്റൂം പോകാനൊന്നും ഇല്ല. പക്ഷേ എനിക്ക് ആ ഒരു പെയിനും നിൽക്കാൻ വേണ്ടി ബാത്റൂം പോകുന്നേ വേണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചോദിക്കുന്നതന്നെ ഈ നേഴ്സ് വിടൂല, ഒരു നിവർത്തിക്കും വിടൂലാന്ന് തോന്നി. ഒരു നേഴ്സ് എന്ത് വന്നാലും ഞാൻ പുറത്തേക്ക് വിടൂലാന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു 6:30 ആയപ്പം ഈ നേഴ്സ് മാറിയിട്ട് വേറെ ഒരു നേഴ്സ് കയറേണ്ട സമയമാണ്. 6:30 കഴിഞ്ഞിട്ടുണ്ട്, 7 മണി ആയിട്ടുണ്ട് ഏകദേശം. അങ്ങനെ ഈ നേഴ്സ് മാറി വേറെ നേഴ്സ് കയറി. അപ്പോൾ നേഴ്സിനെ ചോദിച്ചു ഞാൻ ഒന്ന് ബാത്റൂം പോട്ടെ ചോദിച്ചു. അപ്പോൾ നേഴ്സ് പറഞ്ഞില്ല പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും ചോദിച്ചു ഒന്നും കൂടെ. ഈ നേഴ്സിന് എന്തോ സാധാ ഉള്ളതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു പൊയ്ക്കോന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഇവിടേക്ക് ഞാൻ വീൽ ചെയർ എടുത്തുകൊണ്ട് അതിലിരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഈ ഒരു ICU തന്നെ തൊട്ടടുത്ത് ബാത്റൂം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ പോയിക്കോളാം. അപ്പം നിങ്ങൾക്ക് ഈ എന്താ പറയുക നമുക്ക് ട്യൂബ് ഇട്ടുകൊണ്ട് തന്നെ യൂറിൻ പാസ് ചെയ്യാനുള്ള ട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ പിടിച്ച് വേണം പോകാൻ. അപ്പോൾ നേഴ്സ് പിടിച്ചു ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് തലകറക്കം ഉണ്ടാവും, ഈ ഒരു ഇത് മാറാൻ 24 മണിക്കൂറാണ് സമയം, അപ്പം തലകറക്കം ഉണ്ടാവും, അതുണ്ടാവും ഒക്കെ പറഞ്ഞു. ഞാൻ ഇല്ല കുഴപ്പമില്ല, കാരണം 7 മണിയാണിത്, രാവിലെ 7 മണിയാണ് സമയം. 2:14 നമുക്ക് സിസേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ 2:30 ആവണം നമ്മൾ റൂമിലേക്ക് ആക്കണമെങ്കിൽ, ഒരു ദിവസം കഴിയണമല്ലോ. അങ്ങനെ എന്നോട് തന്നെ ഇല്ല നീ പിടിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ പോയിക്കോളാറിന്. നേഴ്സ് ഒരു ഭാഗം താങ്ങുന്നുണ്ട്. എനിക്ക് മറ്റുള്ളവർ നമ്മളെ താങ്ങുമ്പോൾ അധികം പെയിൻ വരും, വേദനയായിട്ട്. കാരണം സ്റ്റിച്ചിൻ്റെ വേദന ഒക്കെ ഉണ്ടാവും ഈ ഒരു സമയത്ത്. അപ്പോൾ അധികം വേദന. പക്ഷേ എനിക്ക് ഈ സമയത്ത് സ്റ്റിച്ചിൻ്റെ വേദനയെക്കാളും വലുത് എനിക്ക് ഉള്ളിൽ നടക്കുന്ന വേദന മാതിരി എനിക്ക് തോന്നി. കാരണം ആ സമയത്ത് മോനെ ഫീഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴായിട്ട് ആ ഒരു പെയിന് വരിക. അപ്പോൾ ആ ഫീഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അടുത്ത് ആരും പറ്റില്ല. വേദന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ആരെയും പിടിച്ച് തള്ളുന്ന രീതിക്ക് മോനെ ഫീഡ് ചെയ്യുന്നത് തള്ളി മാറ്റാൻ വരെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബാത്റൂമിൽ പോയി എന്നോട് പറഞ്ഞ് വാതിൽ അടയ്ക്കേണ്ട, ക്ലോസ് ചെയ്യേണ്ട, തുറന്നിട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല ഞാൻ ചെറുതായിട്ട് ചാരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വല്ല ചാരി വെച്ച് ഞാൻ കുറ്റിയിടാനൊന്നുമില്ല. കാരണം അവർ പറഞ്ഞ് കുറ്റിയിടരുത്, കാരണം നിങ്ങൾക്ക് തല കറക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളിത് അറിയില്ല, ഞങ്ങൾക്ക് ചീത്ത കേൾക്കും, ഞങ്ങളെ ജോലി പോകുന്നു. അപ്പോൾ നേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്ത് ഞങ്ങളെ എന്താ പറയുക അവരെ ബാത്റൂമിലേക്ക് പോലും വിടരുതെന്നാണ്, കാരണം C-section ആണ് കഴിഞ്ഞിട്ടുള്ളത്, അത് ഇതെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ ആയിക്കോട്ടെ ഞാൻ കുറ്റിയിടുന്ന ഞാൻ ചാരി വെക്കുന്നുള്ളൂ. അങ്ങനെ ബാത്റൂം പോയി. പിന്നെ കുറച്ച് യൂറിനൊക്കെ പാസ് ചെയ്തൊന്ന് സമാധാനം അപ്പോഴാണോ. അപ്പോൾ ഒന്ന് ബാത്റൂം പോയപ്പം എന്താ പറയുക നമ്മൾ വയറ് കഴിക്കുക സമയത്തുണ്ടാവല്ലോ നമുക്ക് വയറിനോട് എന്തൊക്കെ പോകുന്ന പോലെ അങ്ങനെയൊക്കെ ഒരു ഫീലായി. ബാത്റൂം പോയി ഞാൻ തിരിച്ചിറങ്ങി. ഞാൻ അതേമാതിരി വന്ന് ബെഡ്മേൽ കിടന്ന് പിന്നെ വന്ന് പിടിക്കാൻ വന്നിട്ടോ നേഴ്സ്. പിടിച്ച് ഇങ്ങനെ പറ്റുമെന്ന് എന്നോട് പറഞ്ഞു ഒരാൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ C-section കഴിഞ്ഞ് 24 മണിക്കൂർ ആവുന്നതിന് മുന്നായിട്ട് എണീറ്റ് നടക്കുന്ന ആദ്യത്തെ വ്യക്തി നിങ്ങളായിരിക്കും ഈ ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞ അവരോട് ഇതിനും വലുത് വേറെ ഒന്നുമില്ല, കാരണം രണ്ടിൻ്റെ പെയിന് ഇരട്ടി ഞാൻ വെയ്യൊന്നും പോയിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഈ ഒരു പെയിന് നിന്നെങ്കിൽ എനിക്ക് ഒന്നിൻ്റെ പെയിനെ സഹിക്കേണ്ടി വരുള്ളൂ. അത് പറഞ്ഞു ഞാൻ അപ്പം നേഴ്സിനോട്. ഞാൻ പറഞ്ഞാൽ ഒരാളോട് അങ്ങനെ പറയാത്തൊരു വ്യക്തിയാണ്, എനിക്ക് പെയിൻ തീരെ സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് ബാത്റൂമിൽ പോയി കുറച്ച് നേരം കിടന്നപ്പോൾ ഒന്ന് സമാധാനമായി. 1 മണിക്കൂറോളം ഞാൻ സുഖമായിട്ട് ഒന്ന് ഉറങ്ങി കിട്ടും ആ ഒരു പെയിൻ നിന്നിട്ട്. അതിന് ശേഷം വീണ്ടും ആ പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് നേഴ്സിനെ ചോദിച്ചു. 8 മണി കഴിഞ്ഞിട്ടുണ്ട്. നേഴ്സിനെ ചോദിച്ചപ്പോൾ നേഴ്സിനെ ഇനി ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരെ ജോലിക്ക് ബാധിക്കുന്നില്ല, ഒന്നും ചോദിക്കാനും വയ്യ. ഒരു 8 മണി കഴിഞ്ഞ് പിന്നെ അവർ കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മളെ ഡ്രസ്സിങ്ങൊക്കെ ചേഞ്ച് ചെയ്ത് തന്നു. കാരണം നമുക്ക് ഈ ഒരു സമയത്ത് ബ്ലീഡിങ് കാര്യങ്ങളാവുന്നതല്ല. അപ്പോൾ അവർ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തന്ന് ക്ലോത്തൊക്കെ വേറെ മാറ്റിയൊക്കെ നമ്മളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയാക്കി നിർത്തി. കാരണം ഡോക്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടി വരും. 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ തന്നെ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്ത് യൂറിൻ പാസിൻ്റെ ബ്ലഡ് കലർന്നുള്ള യൂറിനൊന്നും എല്ലാം ഒക്കെ നോക്കി സ്റ്റിച്ച് എങ്ങനെ വേദന ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെ വേദന ഉണ്ട് അതൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡോക്ടർ പോയി. പിന്നെ ഇത്ര മണിയാകുമ്പോൾ റൂമിലേക്ക് ആക്കാമെന്നും പറഞ്ഞ് പിന്നെ നോക്കിയ സമയത്ത് ചെറുതായിട്ട് ബ്ലഡ് കലർന്ന യൂറിനായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ യൂറിൻ പാസ് ചെയ്തതിന് ശേഷം മാത്രം റൂമിലേക്ക് ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ പോകുന്നതിന് ശേഷം ഫുള്ള് കുഞ്ഞിൻ്റെ കൂടെ പോയി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം റൂമിലേക്ക് ആക്കുന്നത്. കാരണം ഒരു വട്ടം കൂടെ യൂറിൻ പാസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് ആക്കുന്നത് തന്നെ. ഇപ്പോൾ ചെക്കപ്പ് കഴിഞ്ഞിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ നേഴ്സ് ഉമ്മനെ വിളിച്ചിട്ട് ബെന്നും ബൂസ്റ്റും ഇങ്ങനെ ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ
അത് കഴിച്ച് കുറച്ചൊന്ന് കുടിച്ചു തുടങ്ങി വീണ്ടും എനിക്ക് പെയിൻ വരിക, ബാത്റൂം പോകാനുള്ള ടെൻഡൻസി കഴിച്ചതിന് ശേഷം ഞാൻ ബാക്കി അവിടെ മാറ്റി വെക്കാട്ടോ ചെയ്തിരുന്നത്. മോനെ രാവിലെ ഒന്ന് ഫീഡ് ചെയ്യാൻ വീണ്ടും കൊണ്ടുവന്ന്, പിന്നെ ഉച്ചയ്ക്കിൻ്റെ മുന്നായിട്ട് ഒന്നുകൂടെ കൊണ്ടുവന്ന്, പിന്നെ അടുത്ത് കൊണ്ടുവരുമ്പോൾ പറഞ്ഞ് ഉമ്മനോട് പറഞ്ഞ് ഇനി വേണ്ട, ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞാൽ റൂമിലേക്ക് ആക്കും, ഇനി കൊണ്ടുവന്നെ ഞാൻ റൂമിലെത്തിട്ട് ഫീഡ് ചെയ്യാറ്. റൂമിലേക്ക് അങ്ങനെ ഇവർ നമ്മൾ ഈ ഒരു സ്ട്രെച്ചറിന് മറ്റേ സ്ട്രെച്ചറിലേക്ക് മാറ്റി കിടത്തുക പറഞ്ഞാൽ ആ നേഴ്സും കൂടെ വരും. അങ്ങനെ ആ നേഴ്സും കൂടെ വന്നിട്ടാണ് നമ്മൾ സ്ട്രെച്ചറിലേക്ക് മാറ്റി കിടത്തുക. അത് 2 ക്ലോത്ത് നമ്മളെ മേലെ പിടിക്കുകയില്ല, കാരണം നമുക്ക് സ്റ്റിച്ച് വേദനിക്കുന്നതുകൊണ്ട് 2 തുണിയുടെ തുഞ്ചൻ ഓരോ നേഴ്സുമാർ പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രെച്ചറിലേക്ക് മാറ്റി കിടത്തുക. അങ്ങനെ മാറ്റി കിടത്തി, കാരണം നമ്മൾ മേലോട്ട് നമുക്ക് നമ്മൾ മറ്റേ സ്റ്റിച്ച് വേദനിക്കും, അതായത് സെക്ഷൻ ചെയ്ത സ്റ്റിച്ചിന് വേദനിക്കും, പിന്നെ തട്ടം എന്താ പറയുക തട്ടിൽ പറ്റിക്കഴിഞ്ഞാൽ ഉണക്കം സംഭവിക്കാനും ഒക്കെ വരും. സ്ട്രെച്ചറിലേക്ക് മാറ്റി കിടത്തി എന്നെ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2:30 കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുപോയി ഇവരെന്നെ മറ്റേ ബെഡ്റൂമിലേക്ക്, അതുപോലെ തന്നെ ആ ബെഡ്റൂമിലേക്ക് ആ ക്ലോത്തോട് കൊണ്ടുപോയി കിടത്തി. പെയിൻ കുറേ ആളെ ഇഞ്ചക്ഷനൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് ടാബ്ലറ്റൊക്കെ തന്നതിന് അത് കുടിക്കാനൊക്കെ പറഞ്ഞ് നഴ്സ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇനി റൂമൊന്ന് ക്ലോസ് ചെയ്യാൻ, ഡോറൊന്ന് അടക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം വരാൻ പറഞ്ഞു. ഞാൻ എണീറ്റ് ഉമ്മ കൈ താങ്ങാൻ വേണ്ടി വന്നതാണ്. ഇനി ആരും പിടിക്കേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ആരും ഹെൽപ്പ് ഇല്ലാതെ ഒറ്റയ്ക്ക് നടക്കണം എന്നുള്ള ഒരു വാശിയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അങ്ങനെ ഞാൻ നേരെ ഓടിയത് ബാത്റൂമിലേക്കാണ്, കാരണം ഞാൻ പറഞ്ഞില്ല ആ പെയിൻ വീണ്ടും വരും. അങ്ങനെ ബാത്റൂമിൽ ഒരു 3-4 വട്ടം ഞാൻ അവിടെ റൂമിലെത്തിയതിന് ശേഷം ബാത്റൂം പോയപ്പോഴാണ് എൻ്റെ ഒരു പെയിനിക്ക് നിന്നത് കേട്ടോ. അതുവരെ ഞാനൊരു ഉപയോഗിക്കാനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേഴ്സ് എന്തോ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മേലെ ഒട്ടിച്ചൊരു ഇതുണ്ടാവും സ്ലിപ്പ്, അത് ഊരാൻ വേണ്ടി വരും നേഴ്സ്. അത് ഡോക്ടർ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ അത് ഊരാൻ വേണ്ടി വന്ന്, പിന്നെ യൂറിനിട്ട പൈപ്പ് കാര്യങ്ങൾ റിമൂവ് ചെയ്യാനൊക്കെ വരും. ആ സമയത്ത് നേഴ്സ് വന്നു, ഞാൻ റൂമിൽ ഉമ്മയൊക്കെ നിൽക്കുന്നു, ഞാൻ അവരോട് വല്ല പുറത്തേക്ക് പോകാൻ പറയാറുണ്ട്. അപ്പോൾ നേഴ്സ് വെച്ചാൽ അതിൻ്റെ ഉമ്മ അല്ലായിരുന്നു, അപ്പോൾ ഉമ്മ പോയില്ല, അമ്മ അതിനുള്ളിൽ നിന്ന് വാതിൽ. എൻ്റെ ഷീറ്റ് നോക്കിയിട്ട് ഈ ഡോക്ടറല്ലേ, ഈ ഡോക്ടർ ഈ മഞ്ഞളത്തിനും നിൽക്കില്ലല്ലോ, ചെറിയൊരു കരച്ചിൽ എന്തെങ്കിലും കേട്ടാൽ തന്നെ ഡോക്ടർ ചീത്ത പറയല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി അങ്ങനെ അലമ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വരുമ്പോൾ ലാബ് റൂമിൽ 2-3 നേഴ്സുമാരെ ഉണ്ടായിരുന്നു. അതിൽ ഒരു നേഴ്സാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് PV ചെയ്യുന്നതൊക്കെ കേട്ടോ. വേറെ ആരും അങ്ങനെ വന്ന് നോക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയൊരു ഫെസിലിറ്റി തന്നെ. നേഴ്സ് കാലിന് പുതപ്പൊക്കെ ഇട്ട് തന്ന് ഉമ്മനെ അവിടെ തന്നെ നിർത്തി. അങ്ങനെ സ്റ്റിച്ചുമേലുള്ള ആ സ്റ്റിക്കർ പറിച്ച് ഒഴിവാക്കി ഓയിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ തേച്ച് തന്ന് ഉമ്മക്ക് സ്റ്റിച്ചൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഞാൻ എണീറ്റ് നടക്കൽ തന്നെ ആയിട്ടുണ്ടോ, അങ്ങനെ കിടക്കാമെന്നല്ല, എനിക്ക് ഒരു സ്ഥലത്ത് പിടിച്ച് കെട്ടിയിട്ടൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി. അതുകൊണ്ട് തന്നെ എണീറ്റ് നടക്കലും, അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് പെട്ടെന്ന് അയ്യാനും വേദന കുറയാനും പെട്ടെന്ന് ഉണക്കം സംഭവിക്കും. എനിക്ക് പറയുമ്പോൾ സ്റ്റിച്ച് പെട്ടെന്നൊന്നും ഉണങ്ങിയിട്ടില്ല, കാരണം എനിക്ക് അതിൻ്റെ ഇടയിൽ ചുമ വന്നിട്ടുണ്ടായിരുന്നു. ചുമ വന്നപ്പം നമ്മൾ ചുമക്കുന്ന സമയത്തൊക്കെ സ്റ്റിച്ചിനാണ് ഈ ഒരു ഇളക്കം പറ്റുക. അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിന് ചെറുതായിട്ട് ബ്ലഡ് ഇങ്ങനെ പോരലും പൊടിഞ്ഞ് ചെറുതായിട്ട് പോരലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 40-90 വരെ ആ ഒരു സ്റ്റിച്ച് പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിച്ച് ഉണങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചിലവരുടെ സ്കിന്നിനനുസരിച്ചിട്ടുണ്ടാവുമല്ലോ, ഓരോ മുറിവ് പറ്റിയാൽ പെട്ടെന്ന് ഉണങ്ങായൊക്കെ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചുണ്ടാവും. പിന്നെ എനിക്ക് വയറ് കെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, 2-3 വട്ടം കെട്ടി, പക്ഷേ ആ സ്റ്റിച്ച് വീണ്ടും വേദന എടുക്കാൻ തുടങ്ങിയതുകൊണ്ട് ആ വയറ് കെട്ടലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഡെലിവറി സ്റ്റോറി. നമുക്ക് പിന്നെ നമ്മൾ ആഗ്രഹിച്ച് നമ്മളെ കയ്യിലേക്ക് എത്തുമ്പോൾ ഒന്നും അല്ലാതാവുന്ന ഒരു നിമിഷമായിട്ടോ ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഇതൊക്കെയായിരുന്നു എൻ്റെ ഡെലിവറി സ്റ്റോറി. ഈ ഒരു സമയത്ത് തന്നെ പറയണം തോന്നി. ജൂലൈ 21 എൻ്റെ മോൻ 3 വയസ്സ് ആവുകയാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് ഡെലിവറി ചെയ്യാൻ പോകുന്നവർ, രണ്ടാമത് മൂന്നാമതൊക്കെ ചെയ്യാൻ പോകുന്നവരൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. എല്ലാവരും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ പെയിൻ വരുമെന്ന് നമ്മൾ ആദ്യം മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെയിനൊക്കെ സ്ട്രഗിൾ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ചിലർക്ക് ഈ ഡെലിവറി സ്റ്റോറി കേൾക്കുന്നതൊക്കെ പേടിയുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തായാലും ഡെലിവറി സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു പെയിൻ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് നമ്മളത് മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ മനസ്സിൽ തന്നെ ഒന്ന് ഉറപ്പാക്കി നിർത്തും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പെയിൻ ഉണ്ടെങ്കിലും നമുക്ക് നമ്മൾ മോൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ആ ഒരു പെയിനൊക്കെ നമ്മൾ മറന്നു പോകും കേട്ടോ. സെക്ഷൻ്റെ പെയിൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു വാക്കുണ്ട്, എന്നാൽ നീ വേദന അറിഞ്ഞിട്ടല്ലല്ലോ പ്രസവിച്ചത്. നമ്മൾ ഈ നോർമൽ ഡെലിവറീൻ്റെ പെയിനും അതുപോലെ തന്നെ സെക്ഷൻ്റെ പെയിനും ഒരുപോലെ അനുഭവിച്ച വ്യക്തിയാണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് ഘട്ടത്തിൽ സെക്ഷൻ ചെയ്യുന്നത്. പിന്നെ ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അതിനും അതിൻ്റേതായിട്ട് ഓരോ ഡെലിവറിക്കും ഓരോന്നിൻ്റേതായിട്ടുള്ള പെയിന് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാവരും ഓർത്തിരിക്കുക. അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം. അതിരിക്കുമ്പോൾ ബൈ.